Good morning all. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട എൻ്റെ സഹപാഠികളെ, സുഹൃത്തുക്കളെ, ഡിസംബർ മാസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. വർഷാവസാനത്തിൽ കടന്നു വരുന്ന മാസം, പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഓർമ്മപുതുക്കലിൽ ഉണ്ണിയേശു പിറവി കൊണ്ട മാസം, വൃശ്ചികക്കാറ്റിൽ ഇതം വിട്ട് താഴെ വീഴുന്ന കരിയിലകളും പുതുനാമ്പിനെ ചില്ലകളിൽ സ്വീകരിക്കാൻ മരച്ചില്ലകൾ തയ്യാറെടുക്കുന്നതും ഡിസംബർ മാസത്തിലാണ്. എന്നാൽ കാലകാലങ്ങളായി കടന്നു വരുന്ന ഇത്തരം പ്രത്യേകതകളെ ഓർമ്മിക്കുവാനോ ആഘോഷിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹം കടന്നു പോകുന്നത്. അതെ, കോവിഡ്. കഴിഞ്ഞ 2 വർഷക്കാലമായി മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി ഈ മഹാമാരി ലോകം മുഴുവൻ ബാധിക്കുമ്പോൾ മറ്റു പല രോഗങ്ങളും അവയുടെ പ്രാധാന്യവും മറന്നുപോകുന്നുണ്ടോ എന്ന് വിമർശനാത്മകമായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഈ അവസരത്തിലാണ് 2021 ഡിസംബർ 1-ാം തീയതി ബുധനാഴ്ച രാവിലെ നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതെ, ലോക എയ്ഡ്സ് ദിനം. ലോകത്താദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. പേഷ്യന്റ് 0 എന്ന് പേരിട്ട ആദ്യ എയ്ഡ്സ് രോഗിയിൽ നിന്ന് മനുഷ്യകുലത്തെ ഇല്ലാതാക്കാൻ പ്രാണിയുള്ള ഈ വിപത്തിനെ തുടച്ചു നീക്കാൻ ലോകാരോഗ്യ സംഘടന പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഡിസംബർ 1-ന് നമ്മൾ ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നേ ദിവസം നമ്മുടെ കോളേജിൽ ഈ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനിയായ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ സാറാമ്മ ടീച്ചറിനെ എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുവാനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഗീത മാഡം, ഷിയ മാഡം, അലിമുത്ത് മാഡം എന്നിവരാണ്. ഏവരെയും ഇലന്തൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. എയ്ഡ്സ് രോഗത്തെ പ്രതിരോധിക്കുവാനും അതിനെപ്പറ്റി അറിയിക്കുവാനും കഴിയുന്ന വളരെ നല്ലൊരു ക്ലാസ് നമുക്ക് ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാം. മൂവരെയും ഈ ഇലന്തൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീമതി ഷാജി മിസ്നെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യുവാനുള്ളത് ഈ ബോധവൽക്കരണ പരിപാടിയുടെ പരിപൂർണ വിജയത്തിനായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളെയുമാണ്. നിങ്ങളെ ഏവരെയും ഈ ബോധവൽക്കരണ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ചെയ്യുക. അധ്യക്ഷ പ്രസംഗത്തിനായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാറാമ്മ ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദരണീയനായ PHC ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീത മാം, PHS-11 ഉദ്യോഗസ്ഥരായ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാം, നമ്മുടെ ലോക എയ്ഡ്സ് ദിനം ലോകം ആചരിക്കുന്നതോടൊപ്പം തന്നെ ഇലന്തൂർ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളായ നമ്മളും അതിനോടൊപ്പം പങ്കുചേരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒരു മഹാവിപത്താണ് HIV വൈറസ്. ഇതിനെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ വേണ്ടിയാണ്, അതിന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ബലം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോകാരോഗ്യ സംഘടന തന്നെ ഡിസംബർ 1 എല്ലാ വർഷവും എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മഹാവിപത്ത്, ഈ വിപത്തിൻ്റെ, ഈ HIV വൈറസിൻ്റെ കാരണം എന്താണ്, ഇതെങ്ങനെയാണ് പടരുന്നത്, ഇതിൻ്റെ ചികിത്സാ രീതി എന്താണ്, ഇതിൻ്റെ ബോധവൽക്കരണം എന്താണ് എന്നൊക്കെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിന് അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ HIV കണക്കെടുക്കുകയാണെങ്കിൽ അവർ ക്രമാതീതമായി ഇത് കുറയുന്നുണ്ട്. കേരളത്തിൽ നല്ലതായിട്ട് ഇതിന് കാഴ്ച വരുന്നുണ്ട്. പക്ഷേ ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്, അതിനകത്ത് ഏറ്റവും കൂടുതൽ HIV ബാധിതർ നമ്മുടെ വീട്ടമ്മമാരാണ്. അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക, അതിനുള്ള
പ്രതിവിധി കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ. അതിന് ഇതേപോലുള്ള മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ ക്ലാസ് എടുക്കുകയും അതിനുള്ള ബോധവൽക്കരണം തരികയും നിങ്ങൾ 50 പേര് ഇത് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ വീടുകളിൽ ഇത് പാസ് ചെയ്യുകയും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ ഇത് പ്രതിഫലിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെറുതായ ഒരു ചലനങ്ങളൊക്കെ നമ്മൾക്ക് ഈ രോഗത്തിനെതിരെ ചെയ്യാൻ പറ്റും. അതിനുള്ള ഈ പരിപാടി ആസൂത്രണം ചെയ്ത ഫസ്റ്റ് ഇയേഴ്സിലെ എല്ലാ കുട്ടികൾക്കും ഞാൻ ആദ്യമേ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഞാൻ ഒരു അസംബ്ലിയുടെ സമയത്താണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ വിശിഷ്ട ദിനങ്ങൾക്ക് ഇങ്ങനെ ആചരിക്കണമെന്ന്. അത് അവരത് ശിരസ വഹിച്ചു. അന്ന് മുതൽ അവരെല്ലാ ഡേയ്സും ആഘോഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഡേയ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അത് നല്ല രീതിയിൽ അവർ ആഘോഷിച്ചു. കിഡ്സ് ഡേ ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു ഐഡിയ അവർ പറഞ്ഞു. ഞങ്ങൾ അധ്യാപകർ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തു. അവർ അനുയോജ്യമായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. മാഡത്തിനെ സമീപിച്ചപ്പോൾ വളരെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഇങ്ങനെ വരാൻ ഒരു പരിപാടി നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രഭാഷണം നടത്താമെന്ന് ഏറ്റു. മാഡത്തിനെ ബഹുമാനപൂർവ്വം ഒരു വട്ടം കൂടെ ഈ പരിപാടിയോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവരും എങ്ങനെയാണോ ഉണ്ടാവുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അത് തടയാനുള്ള പ്രതിവിധി നമുക്ക് കുറച്ച് ഐഡിയകൾ അറിയാം. അതിനോട് അഗാധമായിട്ടുള്ള അറിവുകളൊക്കെ മാഡത്തിന്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഞാൻ കൂടുതൽ സമയം നിങ്ങളുടെ കയ്യിൽ കരുതുന്നില്ല. എല്ലാവർക്കും നന്ദി ടീച്ചർ. അടുത്തതായി എയ്ഡ്സ് ദിനാചരണ പ്രതിജ്ഞയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി സെറ്റി പി വർഗീസിനെ ക്ഷണിച്ചുകൊള്ളു. HIV അണുബാധ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. HIV അണുബാധ പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായ ജീവിതശൈലി പിന്തുടരുമെന്നും ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. HIV അണുബാധിതരെ സാധാരണക്കാരെ പോലെ തുല്യനിലയിൽ പരിഗണിക്കുമെന്നും അവർക്ക് ആവശ്യമായ പിന്തുണയും സഹായവും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുമെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. End inequalities, end AIDS. നന്ദി സെറ്റി വർഗീസ്. എയ്ഡ്സ് ദിനാചരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് നയിക്കുന്നതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇലമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീമതി ഗീതമ്മ മേഡമാണ്. മേഡത്തെ ക്ലാസ് നയിക്കുന്നതിനായി എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഏറെ ബഹുമാനിയായ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന BEd കോളേജിലെ കുട്ടികൾ, ഇപ്പോൾ ഒരു കുട്ടികളാണ്, അതുപോലെ സ്കൂളിൻ്റെ അധികാരികൾ, ഞങ്ങളുടെ ഹെൽത്ത് സെൻ്ററിൽ വന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ. അതുകൊണ്ട് BEd കോളേജിലെ കുട്ടികളെന്ന് പറഞ്ഞറിയാം, ഇപ്പോൾ ഒരു കുട്ടികളാണ്, കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അവർ പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടുന്ന ഊടും പാവവും നെയ്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പൗരന്മാരായി വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടുന്ന വണ്ണം വിദ്യാഭ്യാസവും അച്ചടക്കവും ശീലവും സ്നേഹവും ഒക്കെ കൊടുത്തുകൊണ്ട് വരും തലമുറയ്ക്ക് അധ്യയനം പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല നല്ല പൗരന്മാരായി മാറ്റാൻ തക്കവണ്ണം പ്രാപ്തി ആർജിച്ചുകൊണ്ടുവരുന്ന ഒരു വിഭാഗം അധ്യാപക ലോകത്തേക്ക് കടന്നു വരാൻ തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഇലന്തൂർ CHSയിലെ സ്വാഗതം. ഒപ്പം ഈ പരിപാടി അറേഞ്ച് ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഇവിടെ എല്ലാവരും വളരെ വിശദമായി ക്ലാസ് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എന്താണ് എയ്ഡ്സ് എന്നും ഇന്ന് ഡിസംബർ 1 പ്രാധാന്യവും ടീച്ചർ പറഞ്ഞു, വെൽക്കം സ്പീച്ച് പറഞ്ഞു, അതിൻ്റെ സ്ക്രിപ്റ്റിൽ എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ദിനവും ആഘോഷിക്കുന്നത്? നമുക്കറിയാം, ഇന്ന് ഓരോ ദിവസവും പ്രാധാന്യമുള്ളതാണ്. ഇപ്പം ടീച്ചേഴ്സ് ഡേ ഉണ്ട്, പിന്നെ പരിസ്ഥിതി ദിനമുണ്ട്, വാർദ്ധക്യകാല ദിനമുണ്ട്, വികലാംഗ ദിനമുണ്ട്, മഹിളാ ദിനമുണ്ട്, പിന്നെ തൊഴിലാളി ദിനമുണ്ട്.
അങ്ങനെ നിരവധിയായ ദിനങ്ങൾ നാം ആഘോഷിക്കാം. അതുപോലെയാണ് ഡിസംബർ 1 എന്ന് പറയുമ്പോൾ കേരളത്തിലെ ലോകത്തെ മുഴുവൻ ആൾക്കാർക്കും അറിയാം എയ്ഡ്സിന്റെ ദിനാചരണമാണ്. എന്തിനാണ് നമ്മൾ ഈ ദിനങ്ങളൊക്കെ ആചരിക്കുന്നത്? ഈ ദിനങ്ങളൊക്കെ ആചരിക്കുന്നത് നമ്മുടെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഓർമ്മിപ്പിക്കുവാനാണ്. ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഡിസംബർ 1 എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ദിനമാണ്. നമ്മളെല്ലാവരും നമുക്കറിയാം ചുവന്ന റിബണൊക്കെ കെട്ടി പണ്ട് നമുക്ക് കുറെ 2 വർഷത്തിന് മുമ്പ് ഈ മഹാമാരിക്കും പ്രളയത്തിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ വഴിയോരങ്ങളിലായിരുന്നു നടത്തുന്നത്. പാതയോരങ്ങളിലൂടെ നമ്മൾ ജാഥ നയിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു മുൻപ്. ഇന്നത്തെ നമുക്കറിയാം, നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ സാഹചര്യം കോവിഡ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നിമിത്തം നമുക്ക് കൂട്ടം കൂടാനോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനോ ഉള്ള നിയമങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടച്ചിട്ട് മുമ്പിൽ ഒരു പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്നു. എന്തിനാണ് നമ്മൾ ഓരോ ദിനം ആചരിക്കുന്നത്? ഈ ദിനങ്ങളൊക്കെ ആചരിക്കുന്നതിന്റെ പിന്നിലെ വലിയ കഥയുണ്ട്. വികലാംഗ ദിനം. വികലാംഗ ദിനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള വികലാംഗരെയാകെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടുന്ന കരുതലും കൃത്യതയും കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ള ആൾക്കാരോടൊപ്പം നമ്മൾ ഭാഗമാണ് എന്നും അവർക്ക് വേണ്ട കരുതൽ വികലാംഗത്വമില്ലാത്ത ആൾക്കാർ കൊടുക്കണം എന്ന് ഉദ്ബോധിപ്പിക്കാനാണ് വികലാംഗ ദിനം ആചരിക്കുന്നത്. അധ്യാപക ദിനം അതേപോലെയാണ്. മഹിളാ ദിനം അതുപോലെയാണ്. ഓരോ ദിനവും കുഷ്ഠരോഗ നിർമ്മാർജ്ജനമുണ്ട്, പരിസ്ഥിതി ദിനമുണ്ട്. പരിസ്ഥിതി ദിനം പരിസ്ഥിതിക്ക് നമ്മൾ അയക്കുന്ന കടുത്ത ആഘാതങ്ങൾ വരും തലമുറയെ നമ്മളാകെ ദുരന്തത്തിലാക്കുന്നുവെന്നും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ജനവാസത്തിന് ഉതകാനും ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ സുന്ദര സ്വപ്നമായ ഒരു ലോകത്തെ നാം മുൻപ് തന്ന തലമുറ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയതായ ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിസ്ഥിതി ദിനം മരം വെച്ച് പിടിപ്പിക്കുക. എല്ലാവരും മരം വെച്ച് പിടിപ്പിക്കുകയാണ്. പല മരങ്ങളും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും മരം വെച്ച് പിടിപ്പിക്കുന്ന ഉദ്ബോധനം കൊടുക്കുകയാണ്. അതേപോലെയാണ് ഓരോ മഹിളാ ദിനം. ലോകത്തുള്ള തൊഴിലാളി ദിനം. ലോകത്തുള്ള തൊഴിലാളികൾ, അധ്വാനിക്കുന്ന തൊഴിലാളികളെല്ലാം തൊഴിൽ ദിനങ്ങളായി തൊഴിൽ എടുക്കുന്നവരെ ആകെ സജ്ജമാക്കുന്ന അവരെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി അത് തൊഴിലാളി ദിനം. അപ്പൊ നമുക്കറിയാം ഓരോ ദിനത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. നിങ്ങൾ പറഞ്ഞു എയ്ഡ്സ് ദിനം അത് തന്നെയാണ്. സാർവദേശീയ എയ്ഡ്സ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 10 എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ കൊടുക്കുന്ന എന്താ? ഇൻഇക്വാളിറ്റി. എവിടെയാണോ അസമത്വമുള്ള അത് അവസാനിപ്പിക്കുക. എൻഡ് എയ്ഡ്സ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പദം എന്താണ്? ഇൻഇക്വാളിറ്റി. ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അസമത്വം എവിടെയുണ്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെയോ അസമത്വം ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ എവിടെയൊക്കെയോ എയ്ഡ്സ് രോഗികൾക്കിടയിൽ അസമത്വം ഉണ്ടായിരുന്നു. അതിനെ മാറ്റിക്കൊണ്ട് ഇക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദിനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് ആഘോഷങ്ങളായിട്ടാണെങ്കിലും പ്രചോദനങ്ങളായിട്ടാണെങ്കിലും ബോധവൽക്കരണങ്ങളായിട്ടാലും വലിയ പ്രസിദ്ധരായ സിനിമാ നടന്മാരും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തന ലോകം തന്നെ ഓരോരോ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ടിവിയിലും ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വന്നുകൊണ്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അപ്പൊ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇക്വാളിറ്റിയിൽ നിന്നും ഇക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മുടെ ഈ ദിനത്തിന്റെ ആഘോഷത്തിന്റെ ചടങ്ങ് അല്ലെങ്കിൽ കടമ, നമ്മുടെ പ്രധാനമായ കടമ. അതുപോലെ എയ്ഡ്സ് അത് നമ്മളെ സംബന്ധിച്ച ഒരു വിദൂരമായ സ്വപ്നമാണ്. കാരണം എന്താ? നമുക്ക് കുറയ്ക്കാൻ കഴിയും. ആ രോഗത്തെ പൂർണ്ണമായും നമുക്കിപ്പോ അവസാനിപ്പിക്കാൻ കഴിയില്ല. നമ്മളതിന്റെ ഫാക്ട് മനസ്സിലാക്കണം. നമുക്കറിയാം ഇതിനൊക്കെ ഒരു ഡ്യൂറേഷൻ. എയ്ഡ്സ് തുടങ്ങിക്കഴിഞ്ഞ എയ്ഡ്സ് പിടിക്കുന്നത് പോലും ഒരു വിൻഡോ പീരീഡ് കഴിഞ്ഞാണ്. ഏകദേശം ഒരു ഒറ്റയാഴ്ച കൊണ്ട് നമ്മൾ സാധാരണ സാംക്രമിക രോഗങ്ങൾ വരുന്ന പോലെ ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ടല്ല, മാസങ്ങൾ കൊണ്ടല്ല, വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ഒരാളുടെ ദേഹത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അണു കയറിയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അതിന്റെ രോഗമോ രോഗലക്ഷണങ്ങളോ ഉണ്ടാകുന്നത്. അപ്പോഴേക്കും ഈ ആൾ ഒരു രോഗിയായി കഴിഞ്ഞിരിക്കും. അപ്പൊ രോഗിയായ കഴിഞ്ഞ ആൾക്കാർ പകരുന്ന വിധം എങ്ങനെയാണ് ഇത് പറയുന്നത് നിങ്ങൾക്കറിയാം? എന്താ? നമ്മളെ സെക്സിലൂടെയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയും ഓർഗൻ ട്രാൻസ്ഫ്യൂഷനിലൂടെയും ഒരാൾ ഷെയർ ചെയ്ത ബ്ലേഡും ഒക്കെ തന്നെ വേറൊരാൾക്കിന്റെ അമ്മയുടെ ഗർഭാവസ്ഥയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഗർഭത്തിൽ നിന്ന് കുഞ്ഞിലേക്ക് അങ്ങനെ കുറേ വഴികളുണ്ട്. അത് നമുക്ക് പഠിക്കും. അപ്പോൾ ഇതിലൂടെയൊക്കെ പിടിച്ചു കഴിഞ്ഞായിരിക്കും നമ്മൾ ഇതിന്റെ അയാള് HIV ബാധിതനാണ്, എയ്ഡ്സ് രോഗിയാണ് എന്നറിയുന്നത്. അപ്പൊ അയാളെ നമ്മൾ പൂർണ്ണമായും ട്രീറ്റ്മെന്റ് എടുക്കാൻ കഴിയാത്ത ഒരു രോഗമാണ്.
നിങ്ങൾക്ക് എല്ലാം അറിയാം. കാരണം ബി എഡിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഞങ്ങളെല്ലാം കൂടുതൽ അറിവുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിന് രോഗമായി പ്രത്യേകമായി ചികിത്സ എടുക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ മരണത്തിലേക്കുള്ള വഴിയിൽ ഒരു അല്പം ഇടവേള കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ART മൂലം. ART എന്ന് പറഞ്ഞാൽ ആന്റി റിട്രോവൈറൽ തെറാപ്പി മൂലം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു വ്യക്തി HIV ആണെന്ന് അറിഞ്ഞാൽ പിന്നെ അയാളെ നമ്മൾ പറഞ്ഞെന്താ HIV ആണോ അയാളുടെ മരണം തൊട്ടടുത്തുണ്ട് എന്നാണ്, മരണത്തിലേക്കുള്ള കവാടം തുറന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് എന്ത് AIDS എന്ന് പറയുന്നത് നമുക്കൊരു വിദൂരമായ സ്വപ്നമാണ്. പക്ഷേ നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയും. കാരണം എന്താ, നമ്മൾ ഓരോരുത്തരും AIDS പകരുന്ന രീതികൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ ശീലങ്ങളും ചിട്ടയായ ലൈഫും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇനിയൊരു പുതിയ കേസ് ഉണ്ടാകാതെ നമുക്ക് ഇതിനെ അവസാനിപ്പിക്കാൻ കഴിയും. പക്ഷെ അവിടെ അത് നമ്മുടെ വലിയ കടമ്പയാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ അടക്കമുള്ളതിലൂടെ പോയിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിലെ താളം തെറ്റാറുണ്ട്. അപ്പൊ താളം തെറ്റുമ്പോൾ ആ താളത്തിന്റെ തെറ്റൽ എവിടെയാണ് എന്ന് കണ്ടെത്തുമ്പോഴേക്കും ഒരു പക്ഷേ നമ്മളിൽ ഒരാളെങ്കിലും അതിനെ അടിമയായിരിക്കും. അപ്പൊ കാരണം എന്തുകൊണ്ടാണ് നമ്മളുടെ അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കൗമാരക്കാരാണ്. കൗമാരം എന്ന് പറയുന്നത് നമ്മുടെ വഴിതെറ്റന്റെ ഭാഗമാണ്. എല്ലാ കൗമാരക്കാരും വഴിതെറ്റെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ കൗമാരം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഉടന്തടി ചാട്ടമാണ്. എവിടേക്കോ പോകുന്നതിന് വേണ്ടി വ്യഗ്രതയിലേക്ക് നമ്മൾ പോകുന്ന ഒരു വിഭാഗമാണ് കൗമാരം. കൗമാരത്തിലാണ് ഒരാൾക്ക് വഴി തെറ്റുന്നത്. അപ്പൊ അവിടെ അവരെടുക്കുന്ന ശീലങ്ങൾ, അവരവരെടുക്കുന്ന തെറ്റായ സമീപനം നമുക്ക് എയ്ഡ്സിനെ വലിയൊരളവ് കുറയ്ക്കാൻ നമുക്ക് കഴിയും. അവിടെയാണ് നമ്മുടെ കടമ. അപ്പൊ അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും എയ്ഡ്സിന്റെ ശ്ലോകം, അതിന്റെ സന്ദേശം നമ്മൾ മനസ്സിൽ തലച്ചോറിൽ കോറിയിട്ടുകൊണ്ട് ഈ ശ്ലോകം പ്രാവർത്തികമാക്കാൻ നമുക്ക് ശീലിക്കുന്നു. അപ്പൊ രണ്ടാണ്, ഒന്ന് ഇൻഇക്വാളിറ്റി കുറയ്ക്കുക, മറ്റൊന്ന് എയ്ഡ്സ് ഇല്ലാതാക്കുക എന്ന വലിയ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ലോകത്താകമാനം, കാരണം എയ്ഡ്സിന്റെ മാത്രമേ ഉള്ളൂ ലോകമാകമാനം ഒരൊറ്റ ദിവസം ലോകത്താകെ, ഇപ്പൊ ഇന്ത്യയിലോ കേരളത്തിലോ അല്ല, ലോകത്താകമാനമുള്ള ജനങ്ങൾ ഇതൊരു ലോക പ്രശ്നമായി മാറിയിട്ടുണ്ട്. 1980-കളിൽ ഇത് ആദ്യമായി ഇപ്പൊ ഇവിടെ ആരോ പറഞ്ഞ് നമുക്കൊരു കഥ അനുസരിച്ച് വരുമ്പോ ഇത് പകരുന്നത് ആദ്യമായി വന്നത് എങ്ങനെയാണെന്നറിയാം, നമുക്ക് സൗത്ത് ആഫ്രിക്കയിലാണ് ഉണ്ടായത്. സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെയാ, ഇത് ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടതല്ല. അവിടെയുള്ള ഒരു പ്രത്യേക വിഭാഗം കുരങ്ങന്മാര്, ചിമ്പൻസി എന്ന് പറയുന്ന വിഭാഗം കുരങ്ങന്മാരിലാണ് ഇത് ആദ്യമാണ് ഉണ്ടായത്. ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കല്ല ആദ്യം ഉണ്ടായത്. ഇത് ചിമ്പൻസി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പ്രത്യേക ജീവിതത്തിൽപ്പെട്ട കുരങ്ങന്മാരിൽ ഇത് ഈ ഒരു അണുബാധ കണ്ടെത്തുകയാണ്. ഈ അണുബാധ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ ഈ ചിമ്പൻസികളെ വേട്ടയാടുമായിരുന്നു. ഈ വേട്ടയാടാൻ പോകുമ്പോൾ അവർ വേട്ടയാടിയപ്പോൾ വെടിവെക്കുക അത് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാൻ ചെയ്തപ്പോൾ അതിന്റെ വേട്ടയാടുന്ന സമയത്ത് അതിന്റെ രക്തം നമ്മുടെ ഈ മനുഷ്യരുടെ ശരീരത്തിൽ പിടിക്കുകയും നമുക്കറിയാം മുറിവുകളോ മറ്റെന്തോ ഉണ്ടായിരുന്നപ്പോൾ ആ രക്തം ഇവരുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ആദ്യത്തെ കേസുകൾ ഉണ്ടായി. പിന്നീട് പെട്ടെന്ന് തന്നെ ഈ ചിമ്പൻസിന്റെ വകഭേദം മാറിക്കൊണ്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഇവ ഉണ്ടാകാൻ തുടങ്ങി. അപ്പം മാൻ ടു മാൻ ആയിട്ട് തന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അതുവരെ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ മാത്രം, അതായത് സൗത്ത് ആഫ്രിക്കയുടെ ലൊക്കാലിറ്റിയിൽ മാത്രം നിലനിന്നിരുന്ന ഒരു സവിശേഷതയായിരുന്നു ഈ എയ്ഡ്സ്. ഇത് അങ്ങനെ ഒരു രോഗം HIV ആണെന്ന് ഒന്നും തന്നെ ആരും കണ്ടുപിടിക്കാതെ തന്നെയാണ് കണ്ടുപിടിച്ചിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് വരികയും അവർ രോഗത്തിന് അടിമയാവുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത് ഇത് HIV ആണ് എന്ന്. അപ്പൊ HIV എന്ന് പറഞ്ഞ എയ്ഡ്സ് ആണ് എന്ന് പറയുന്നത് എയ്ഡ്സ് എന്തുവാ, HIV ബാധിക്കുന്ന അണു ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ സമുച്ചയമാണ് അല്ലെ. HIV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് HIV നമുക്ക് പൂർണ്ണമായും പെട്ടെന്ന് തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്, ഇതൊരു വൈറസ് ആക്രമണമാണ്. നമുക്കറിയാം എന്തൊക്കെ തരത്തിലുള്ള രോഗകാരികളാണ് നമുക്ക് പ്രത്യേകമായ രണ്ട് വിഭാഗങ്ങളുണ്ട്. നമ്മൾ പ്രത്യേകം എടുത്തു കഴിഞ്ഞാൽ വൈറസ് ആൻഡ് ബാക്ടീരിയ അല്ലെ. ബാക്ടീരിയ ഉള്ള അസുഖങ്ങളും വരുത്തുന്ന അസുഖങ്ങൾ, വൈറസ് വരുത്തുന്ന രോഗങ്ങൾ. ഇതിൽ വൈറസ് വരുത്തുന്ന രോഗങ്ങൾക്ക് വേറൊരു പ്രത്യേക രീതിയുണ്ട്, ബാക്ടീരിയ വരുത്തുന്ന രോഗികൾക്ക് ഒരു പ്രത്യേക രീതിയാണ്. എവിടെയാണ് വൈറസിന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ. ഇത് രണ്ട് പ്രത്യേക രീതിയിലാണ്. ബാക്ടീരിയ ആണെങ്കിൽ അവ ഒരാളുടെ ശരീരത്തിൽ കയറിയാൽ അവ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2, 4, 6, 8 എണ്ണം ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അപ്പൊ അതിന് സാവധാനം മാത്രമേ അത്
മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. എന്നാൽ വൈറൽ അക്രമത്തിൽ എങ്ങനെയാണ്? 2 കഴിഞ്ഞാൽ പിന്നെ 2 × 2 ദാറ്റ് ഈസ് 4, 4 × 4 അത് കഴിഞ്ഞ് 6 അല്ല വരുന്നത്, 2 4 6 എന്നല്ല വരുന്നത്. ഇതിനെ ഇപ്പം 2 4 4 ഇരട്ടി 16, 16 ഇരട്ടി 16 × 16 അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് വൈറസിൽ വരുന്നത്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ വൈറസ് കയറി കഴിഞ്ഞാൽ അവ അതിവേഗത്തിൽ ഇവ നമ്മുടെ ഓൾ ബോഡിയിലേക്ക് ബാധിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിനെ പെട്ടെന്ന് വേർതിരിച്ചു ഇതിനെ ഒരു വൈറസിനെ കൊല്ലുക അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെ കൊന്നു വരാൻ കഴിയാത്തത് മൂലമാണ് ഏത് വൈറസ് ആക്രമണത്തിനും സാവധാനം മാത്രമേ നമുക്ക് മരുന്നെത്താൻ കഴിയുള്ളൂ. അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. എന്നിട്ടല്ല HIV ഇതിന്റെ വൈറസ് തന്നെയാണ്. ഇത് വേറെന്താണ് വൈറസ് കൊണ്ട് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെ അറിയാം? കൊറോണ അതിപ്പോ റീസെന്റ് പിന്നെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നിരുന്ന സിക്ക വൈറസ് വന്നു, നിപ്പ വന്നു. പിന്നെ അതിന് മുമ്പ് ഇപ്പൊ നടാതെ കുറെ ആൾക്കാർ നമ്മളിതെങ്കിലും പ്രത്യേക ഘട്ടത്തിൽ വന്ന ഏതാ ഡെങ്കു. നിങ്ങൾ പെട്ടെന്ന് എല്ലാ ആൾക്കാരും നോക്കുന്നില്ലേ? ഡെങ്കു വന്ന എങ്ങനെ ഒരു വൈറസ് ആണ്. ചിക്കൻ ഗുനിയ ആ ടൈമിൽ ചിക്കൻ ഗുനിയ ഓർമ്മയുണ്ടാവും ഉണ്ടല്ലോ. ഇറ്റാർ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അറിയാം ചിക്കൻ ഗുനിയയുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന്. കാരണം ഇന്നും അവർക്ക് മര്യാദയ്ക്ക് ഇരുന്ന് ബാത്റൂമിൽ പോകാൻ കഴിയില്ല, ടോയ്ലറ്റിൽ പോകാൻ കഴിയില്ല, ഒരു ജോലി ചെയ്യാൻ കഴിയില്ല, ഇറക്കിറങ്ങാൻ കഴിയില്ല, ഏറ്റം കയറാൻ കഴിയാത്ത ഒരു അവസ്ഥ എവിടെ ഉണ്ടായിട്ടുണ്ട്? ഇറ്റാർ എന്ന് പറഞ്ഞ പ്രദേശം പത്തനംതിട്ട ജില്ലയിൽ അന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ പിന്നെ രൂക്ഷിതമായ അതായത് ഉള്ള മുഴുവൻ ജനം അനുഭവിച്ച ഒരു കാര്യം. ചിറ്റാറിൽ നിന്ന് വന്ന കുട്ടികൾക്കാണെങ്കിൽ അറിയാം അന്ന് അവിടെ ചിക്കൻ ഗുനിയ വന്നത്. ഇതല്ലേ എന്താണ്? ഇതൊരു വൈറൽ അറ്റാക്കാണ്, വൈറസാണ്. ഈ വൈറസിന് ശാശ്വതമായ ഒരു മരുന്ന് നമുക്ക് നാളെ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പൊ കൊറോണ വന്നു, നമ്മൾ എന്താണ് കൊടുക്കുന്നത്? എന്ത് കൊടുക്കുന്നത്? പ്രതിരോധ പ്രവർത്തനങ്ങളായി വാക്സിനേഷൻ ആണ്. 100% വാക്സിനേഷൻ നമ്മൾ 100% പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം വ്യക്തമായി പറയാൻ കഴിയത്തില്ല. കാരണം എന്താ? ഇറ്റ്സ് എ വൈറസ് അറ്റാക്കാണ്. വൈറസ് കൊള്ളുന്ന കേരസ് ഇപ്പൊ ചിക്കൻ ഗുനിയാണെങ്കിലും ഡെങ്കി വന്നാലും നമ്മൾ അതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിന് കുറെ മരുന്നുകൾ ആന്റിബയോട്ടിക്കുകളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ വാങ്ങുന്നു. അതേസമയം ബാക്ടീരിയ വരുത്തുന്ന രോഗങ്ങളുണ്ട്. അതേതാണ് അറിയാവുന്നത്? നമ്മൾ HIV മാറി ബാക്ടീരിയ വരുത്തുന്ന രോഗങ്ങളെ ലഡുകളാണ്. TB കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അല്ലെ? പെട്ടെന്ന് നോക്കാം. ട്യൂബർക്ലോസിസ് ഉണ്ടല്ലോ, അറിയാമല്ലോ. ക്ഷയരോഗത്തിന്റെ അണുക്കളാണ്. ക്ഷയരോഗം എങ്ങനെയാണ്? നമ്മൾ പറയും 2 ആഴ്ച നീണ്ടു നമ്മൾ ഓരോരുത്തർക്കും ബോർഡ് വെക്കും. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടെങ്കിൽ, പനിയുണ്ടെങ്കിൽ, വിയർക്കുന്നുണ്ടെങ്കിൽ, ഭാരം കുറയുന്നുണ്ടെങ്കിൽ, ചുമയ്ക്കുമ്പോൾ കഫത്തോടൊപ്പം രക്തത്തിന്റെ അളവുണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് സംശയിക്കാം. TB ആണെന്ന് സംശയിക്കും. ഒരാൾ TB വന്നപ്പോൾ പറയാം കുറേ നഴ്സിംഗ് കുട്ടികൾ, കുറേ നിങ്ങളുടെ ഏരിയയിലുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ഇപ്പൊ TB വരുന്നുണ്ട് അല്ലെ? ഒരുപാട് ആൾക്കാർക്ക് വരുന്നു. ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്കറിയാം. അപ്പൊ ഈ TB വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 6 months കാലാവധി കൊണ്ട് നമുക്ക് അവരുടെ മരുന്ന് കഴിയുന്നത് കൃത്യമായ പ്രതിരോധ മരുന്ന് നമ്മൾക്ക് പ്രതിരോധമല്ല, അതിന് കൃത്യമായ മരുന്നുണ്ട്. 6 മാസം കൊണ്ട് കൃത്യമായ അളവില് നമ്മൾ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ അവരുടെ അസുഖം 6 മാസം കഴിയുമ്പോൾ മാറുന്നുണ്ട്. TB കഫത്തിലുള്ളതാണെങ്കിലും പിന്നെ നമ്മുടെ ഓർഗൻ TB എല്ലാ അവയവങ്ങളെയും ബാധിക്കും. ഒഴികെ നഖവും മുടിയും ഒഴികെയുള്ള എല്ലാ അവയവങ്ങളെയും. അപ്പൊ ഇതൊക്കെ വരുത്തുന്നതാണ് ഇത് ബാക്ടീരിയ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വൈറസും ബാക്ടീരിയയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ രോഗത്തിനെയും എത്രമാത്രം നമുക്ക് ശാശ്വതമായി അതിനെ തടയിടാൻ പറ്റും എന്ന് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് HIV എന്ന് പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ്. ഇത് ഇമ്മ്യൂണോ വൈറസ് ആണ്. ഇത് എവിടെയാണ് അഫക്ട് ചെയ്യുന്നത്? എവിടെ? മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ അവയവമായ പ്രതിരോധ സജ്ജമായ CD4T സെല്ലുകളെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ഏതാ? CD4T സെല്ലുകൾ. അതായത് നമ്മൾക്ക് ഒരാൾക്ക് അസുഖം വരാതിരിക്കാൻ തക്കണം ഏതെങ്കിലും ഒരു അണു വന്നാൽ പ്രതിരോധിക്കാൻ നമ്മുടെ രക്തത്തിലെ CD4 സെല്ലുകളെ ആണ് HIV ബാധിക്കുന്നത്, അണുബാധ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് സംഘടന നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിയിൽ പുറത്തുനിന്നുള്ള അണുക്കൾ വന്നാൽ അകത്തുനിന്നുള്ള നമ്മുടെ പ്രതിരോധ പ്രതിരോധ യുദ്ധസേനകളുണ്ട്. ഈ യുദ്ധസേനകളൊക്കെ എന്താ? ഓരോ അണു നമ്മളെ പ്രതിരോധിക്കാൻ തക്കണം അവ പുറത്തുനിന്ന് കയറുന്ന അണുവുമായിട്ട് സംഘടനത്തിൽ ഏർപ്പെടും. ഇതിൽ ഏതാണ് ആക്റ്റീവ് അത് ജീവിക്കും, ഇനാക്റ്റീവ് ആയത് അല്ലെ ശക്തി കുറഞ്ഞ ആള് മരിക്കും. അപ്പൊ നമ്മൾ
നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ ആ പ്രതിരോധ ഘടകത്തിന്റെ ഏറ്റവും വലിയ ഘടകമായ രക്തത്തിലെ CD4 T സെല്ലുകളാണ്. ഈ സെല്ലുകളെയാണ് ആര് കഴിക്കുന്നത്? HIV എന്ന് പറയുന്ന അണുബാധ അല്ലെ വൈറസ് കയറി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായി ഈ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ പ്രവർത്തന ശേഷി ഗ്രാജുവലായി കുറഞ്ഞു വരുന്നു. ഈ ഒറ്റ ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ല, ഇത് വർഷങ്ങളായുള്ള നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അയാൾക്ക് അതിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളായി പുറപ്പെടും. എന്താണ്? ആദ്യം നമുക്ക് ഏതൊരു രോഗത്തിന്റെ ആദ്യ ലക്ഷണം നമ്മൾ എന്തോ ചോദിക്കുന്നത്? എന്താണ്? പനിയുണ്ടോ അല്ലേ? പനി എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിന്റെ ആദ്യകാല ലക്ഷണമാണ്. പിന്നീടാണ് ബാക്കി വരുന്ന ഓരോ ലക്ഷണങ്ങളും. ആദ്യം പനി ഉണ്ടാകും, പിന്നെ അയാളുടെ വെയിറ്റ് ലോസ് കുറയും, പിന്നെ അയാൾക്ക് ആഹാരത്തോടെ വഴിമുട്ടി ഉണ്ടാകും, എല്ലാത്തിനും ഒരു ഇന്നാക്റ്റീവ് ആയിരിക്കും. പിന്നെ ചില സമയങ്ങളിൽ വിളയുണ്ടാകും, ചില സമയങ്ങളിൽ അയാളുടെ ഓരോ ദേഹത്ത് മുഴകൾ ഇതൊക്കെ ഒരു തേർഡ് സ്റ്റേജിലാണ്. നിങ്ങൾ കാണാൻ HIV രോഗികളെ കണ്ടിട്ടുള്ളായിരുന്നു? ആരില്ലേ? പടങ്ങളിൽ മാത്രം ജീവിക്കുന്നവരെ ആരെങ്കിലും കണ്ടിട്ടുള്ളോ? HIV രോഗികൾ പത്തനംതിട്ട അറിയാമോ? ഇപ്പോഴും അല്ലേ? എവിടെ താമസിക്കുന്നത്? HIV രോഗികളുടെ ഫുൾക്കാനിക്ക് പറഞ്ഞത് പ്രാണത്തുന്നോ? എവിടെയുണ്ട്? ഇവിടെ ഇരിക്കുന്ന കോഴഞ്ചേരി അല്ലെ? തിരുവല്ല ഭാഗമാണ്, കൊയ്യാടി തിരുവല്ല ഭാഗത്ത്. എവിടെയാ? ലിവിംഗ് വിത്ത് HIV പേഷ്യൻസ്. അവർ HIV രോഗികൾ കൂടുതലായി അവർക്കൊരു കൂട്ടായ്മയുണ്ട് അല്ലേ? അറിയാവോ? അവർക്ക് കൂട്ടായ്മയുണ്ട്. പ്രാണത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അവർക്കുണ്ട്. നമ്മുടെ നാട്ടിൽ എന്റെ നാട്ടിൽ മലയാളത്തിലാണ് ഞാൻ ആദ്യമായിട്ട് HIV രോഗികളാണ്. എനിക്ക് തോന്നുന്നു 2000-ലാണ് കണ്ടത്. അവർ നേരിട്ട് കണ്ടപ്പോഴാണ് നമ്മളെ കുറേ കുറിച്ച് മനസ്സിലായി. നിങ്ങൾ എന്ത് കാണുന്ന ഒരു ലോകത്തൂടല്ല നമ്മൾ HIV രോഗികളുള്ള ഒരു സമയത്ത് പോയത്. സ്കൂളുകളൊന്നും കേട്ടില്ലായിരുന്നു. കുട്ടികളെ നിങ്ങളെല്ലാം വീട് പിടിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അധ്യാപകർ വളരെ സങ്കടകരമായി പറയാം. അധ്യാപകർ സ്കൂളിൽ മറ്റു കുട്ടികളോട് പാടി കേട്ടില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് പ്രതിരോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് ജീവിക്കുന്ന 2 കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ നാട്ടിലുണ്ട്. അതിലൊരു കുട്ടി കല്യാണം കഴിച്ചു, മറ്റേ കുട്ടി നമ്മുടെ നാട്ടിൽ ഇവിടെ ഒരു പ്രദേശത്ത് പിന്നെ ഒരു IT മേഖലയിൽ എന്ത് ജോലി ചെയ്യുന്നുണ്ട്. 2 കുട്ടികളുണ്ട്. ജില്ലയും 2 കുട്ടികളും നമ്മുടെ നാട്ടിലേക്ക് ജീവിക്കുന്നുണ്ട്. നമുക്ക് പല ഇപ്പാളായിട്ട് ഇല്ല, ടെലിവിഷനൊക്കെ നന്നായി സഹായിക്കുന്നുണ്ട്, കുറേ സംഘടനകളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഇപ്പൊ HIV രോഗികളെ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് നാം വിചാരിക്കുന്ന പോലെയുള്ള ഒരു രോഗമേ അല്ല HIV വരുന്നത്. നമ്മൾ തൃശ്ശൂരുമായി നിങ്ങൾക്കറിയാലോ, 2 കുട്ടികൾ, ഒരു അമ്മയും അച്ഛനും HIV വന്ന് മരിച്ചു. അവരുടെ കുട്ടികൾ അനാഥരായി. ആരെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തറിയാം? വായനയില്ലാത്ത എത്രയോ വായിക്കുന്നില്ലേ? വായിക്കുന്നുണ്ട്. ആരോ വായന വായിക്കാത്ത ആളാണോ? സുരേഷ് ഗോപി അറിഞ്ഞില്ലേ? കുറേ പ്രവർത്തനത്തിൽ കാണിക്കുന്നില്ലായിരുന്നോ? മോഹൻലാലും കാണിക്കും. സുരേഷ് ഗോപിയൊക്കെയാണ് അവരെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ സ്കൂൾ ചെലവുകൾ മൊത്തം കൊടുത്തുകൊണ്ട് വളർത്തി കൊണ്ടുവന്നേ. അക്ഷരേ നമുക്കറിയാം അല്ലേ? നമ്മുടെ മനസ്സിൽ ആ ഒരു ചിത്രത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ എയ്ഡ്സിനെ നമ്മൾ എങ്ങനെയാണ് ബോധവൽക്കരണത്തിലൂടെ മാറ്റി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് വരുന്നത്. എന്തായാലും അപ്പൊ എയ്ഡ്സ് എന്തായാലും ഇമ്മ്യൂണോ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് കുറേശ്ശെയായി നഷ്ടപ്പെട്ട് അവസാനം കുറെ കഴിയുമ്പോൾ ആർജിതമായ കുറെ ഒരു സമുച്ചയമാണ്, രോഗങ്ങളുടെ ഒരു സമുച്ചയമായി ഇദ്ദേഹം മാറും. യഥാർത്ഥത്തിൽ എയ്ഡ്സ് എന്ന് പറയുന്നത് മാത്രം ഒരു രോഗമാകത്തില്ല, ഒരുപാട് കൂട്ടം രോഗങ്ങൾ. അയാളുടെ പിന്നെ കണ്ണുകളുടെ നിറം വന്നു. കണ്ണുകളുടെ നിറം വന്നാൽ നമുക്ക് എന്താ തോന്നുന്നത്? എന്തായിരിക്കും? മഞ്ഞപ്പിത്തമാകാം അല്ലേ? പിന്നെ നിരന്തരമായ ശ്വാസമുട്ടലും ചുമയുണ്ടാവും. അതായത് നമുക്കിങ്ങനെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ചുമക്കാൻ കഴിയാത്ത ആളുകൾ. നമ്മൾ ശരിക്കും ദേഹം മൊത്തം വലിഞ്ഞു കൊടുക്കുന്ന ബോഡി പെയിൻ ആയിരിക്കും. സന്ധികൾക്കെല്ലാം വേദനയുണ്ട്. ഈ ശ്വാസം മുട്ടുമ്പോൾ നമുക്ക് തന്നെ എന്താ ഇവർക്ക് വലിവാണ് ശരിക്കുന്നത്. ആ വലിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ശ്വാസം എടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഏത് രോഗത്തിനിടങ്ങിയാ? TB-യുടെ. അപ്പൊ എല്ലാ HIV-ക്കാർക്കും എന്ത് വരാൻ സാധ്യതയുണ്ട്? ട്യൂബർക്ലോസിസ് വരും. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തുള്ള മുഴുവൻ ട്യൂബർക്ലോസിസ് രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഏത് ടെസ്റ്റും കൂടെ നടത്തും? HIV ടെസ്റ്റ് നടത്തും. എന്തുകൊണ്ടാണ്? ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഒരു കൂട്ടം രോഗങ്ങളുടെ സമുച്ചയമായിട്ടാണ് എയ്ഡ്സ് ഉണ്ടാകുന്നത്. അല്ല ഒരു രോഗവും നമുക്ക് പ്രത്യേകമായി പറയാൻ കഴിയില്ല. പിന്നെ സപ്പോസിസ്, അതായത് ദേഹത്തൊക്കെ വ്രണങ്ങൾ ഉണ്ടാകുക.
പാടുകളുണ്ടാകും, ചുവന്ന പാടുകളുണ്ടാകുക. ചുവന്ന പാടുകളുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ മീസൽസ് എന്ന് പറയുന്ന പോലെ രോഗമാണ്, മഞ്ഞക്കാമല. അതല്ല, പക്ഷെ ഇയാൾക്ക് അപ്പൊ അതിന്റെ അർത്ഥം ഇയാളുടെ ദേഹത്തെ അണുബാധ ഉണ്ടായിട്ട് 10-12 വർഷം ആയി എന്നും ഇയാൾ പൂർണ്ണമായും ആരായി മാറി, ഒരു എയ്ഡ്സ് രോഗിയായി മാറിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കും. അപ്പൊ എയ്ഡ്സ് എന്ന് പറയുന്നത് എന്താ? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ? രോഗ സമുച്ചയമാണ്. സമുച്ചയം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം രോഗങ്ങളുടെ ഭൂഭാരമാണ്. ഇനി അക്വയർഡ് ആണ്. എങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന അക്വയർഡ് എന്ന് പറഞ്ഞാൽ ആർജിക്കുവാണ്. അപ്പൊ നമുക്ക് തന്നെ വെക്കുന്നതാണോ? അല്ല, നമ്മൾ എങ്ങനെയാണ്? ആർജിതമാണ്. എവിടുന്നൊക്കെ? നമ്മുടെ ലൈഫിനകത്ത് നമ്മളെടുത്ത പ്രവർത്തനത്തിന്റെ ഫലമായി, യുക്തമായ അനുഭവത്തിന്റെ ഫലമായി ആർജിച്ചെടുത്തതാണ് ഏത്? ഈ ഒരാളല്ലാതെ വരുമോ? ഇല്ല. നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെവി പകരുന്നത്? ഇവിടെ എല്ലാവരും പറഞ്ഞു. ഒന്ന്, ഇമ്മോറൽ സെക്സ്. എങ്ങനെയാ? സുരക്ഷിതമല്ലാത്ത ലൈംഗികത. എന്താണ് സുരക്ഷിതമല്ലാത്ത ലൈംഗികത? നമ്മൾ പറയും ഒരാൾക്ക് ഒരു പങ്കാളി, അല്ലേ? ഒരാൾക്ക് ഒരു പങ്കാളി മാത്രമേ പാടുള്ളൂ. അപ്പൊ അവിടെ പിന്നെ അങ്ങനെ നിരവധി പങ്കാളികളുമായി ജീവിതം പങ്കിടുന്ന ആൾക്കാർക്ക് ഇത് ഏതെങ്കിലും ഒരു പങ്കാളി HIV-യുടെ അണുബാധയുള്ളവരായിരുന്നു എങ്കിൽ അയാൾക്കിൽ നിന്നും ഇവർക്ക് ഏതുവഴിയാണ്? സെക്സ് വഴി, അല്ലെ? സെക്സ് വഴി അവർ സെക്സ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സെമൻ ഒക്കെ തന്നെ വീഴ്ച ഇവർക്ക് HIV ഉണ്ടാകും. ഇനി ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത്? സ്ത്രീകളെയാണോ പുരുഷന്മാരെയാണോ? സ്ത്രീകൾക്കാണ്, അല്ലെ? എന്തുകൊണ്ടാണ്? സെക്സിൽ കൂടുതൽ ഇന്റർഫിയറൻസ് ഉണ്ടാകുന്നത് ആർക്കാണ്? സ്ത്രീകൾക്കാണ്, അല്ലെ? അത് അപ്പൊ ഇത് പിന്നെ ഏതാണ്? നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇന്ന് നിങ്ങൾക്കറിയാം, എവിടെ പോയാലും രക്തബാങ്കുകളുണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ്? നമ്മുടെ ആശയം ഉണ്ടായത് ഈ എയ്ഡ്സ് രോഗത്തെ തടയാൻ വേണ്ടിയാണ് ലോകത്താകമാനം എന്തുണ്ടായത്? രക്തം ദാനം ചെയ്ത് സുരക്ഷിതമായ രക്തദാനം. നമ്മൾ എന്ത് വെച്ചേക്കാണ്? സുരക്ഷിതമായ രക്തദാനം. ഇനി അതുകൊണ്ട് അതിനുണ്ടെങ്കിൽ എന്ത് നോക്കുന്നുണ്ട്? HIV ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? രക്തം ദാനം ചെയ്യത്തുള്ളൂ. അത് ഞങ്ങളുടെ പറയാം. 2, 3 അമ്മയിൽ നിന്ന് കുഞ്ഞിലെ. അതൊരു പോയിന്റ് 3 ആണ്. എല്ലാ അമ്മ HIV ബാധിതരായ ഒരു അമ്മയാണെങ്കിൽ മകൾക്ക് ഉണ്ടാകണമെന്ന്, മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഇല്ല. അപ്പൊ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഉണ്ടാകും. ബ്രസ്റ്റ് മിൽക്കിലൂടെ 0.0 പോയിന്റ് ആണ്. വളരെ റയറായിട്ട് മാത്രം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം. അപ്പൊ അമ്മയിൽ പിന്നെ മറ്റൊന്നാണ് ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്തുകൊണ്ട് എന്തുപയോഗിക്കുന്ന ആൾക്കാരാണ്? മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ. അതായത് നമ്മൾ ഏതൊരു സിനിമയിൽ കാണുന്നുണ്ടത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വീടിന് സിറിഞ്ച് ഒരാൾക്ക് എടുത്തിട്ട് മറ്റൊരാൾക്ക് തന്നെ ഷെയർ ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ ഷെയർ ചെയ്ത ഒരാളെ HIV ബാധിതരാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? HIV കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ എങ്ങനെയാ? ഒരാളോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ HIV വരുമോ? ഇല്ല. ഉമ്മ കൊടുക്കാൻ വരുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരോടൊപ്പം ഒന്ന് പിടിച്ചേർന്ന് കിടന്നാൽ വരുമോ? കിടന്നാൽ മാത്രം. ഇങ്ങനെ ഒരു ബെഡ് പങ്കിട്ടുകൊണ്ട് മാത്രം. പക്ഷെ സെക്സ് ഉണ്ടെങ്കിൽ എന്താണ്? കിടന്നാൽ മാത്രമേ ഉള്ളേ. ഇപ്പൊ നമ്മൾ 2 പേര്, ഞാനും ഞങ്ങൾ 2 ആളും ഒരുപോലെയാണ്. ഞങ്ങൾ 2 ആളും HIV-കാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ 2 ആളും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നാലൊന്നും എന്തുണ്ടാവില്ല? HIV ഉണ്ടാകുമോ? ഇല്ല. പക്ഷെ ഞാൻ HIV ഉള്ള ആളും HIV ഇല്ലാത്ത ഫീമെയിലുമാണെങ്കിൽ ഞങ്ങള് സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നിലുണ്ടായിരുന്ന HIV അണുബാധ ആർക്ക് പിടിച്ചിട്ടുണ്ട്? ആരതിക്ക് പിടിച്ചിട്ടുണ്ട്. പണ്ടേ നമ്മുടെ നാട്ടില്, അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ആദ്യത്തെ HIV ബാധിതർ എന്ന് പറയുന്നത് തുളസിയും വിജയം എന്ന് പറയുന്ന ആൾക്കാരാണ്. അവരുടെ മക്കളാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞത്. അവർക്ക് പിടിച്ചതെന്ന് പറയുന്നത് നമ്മുടെ കോഴഞ്ചേരി ആശുപത്രി, ഏതോ ഒരു പ്രൈവറ്റ് ആണോ ഗവൺമെന്റ് ആണോ നമ്മൾ ഇതുവരെ പുറത്തുള്ളവർക്കറിയില്ല. അവരുടെ ഒരു ഡെലിവറി സമയത്ത് അന്ന് നമുക്ക് ബ്ലഡ് വേണ്ടി വന്നു. ഈ തുളസി 2 ആളും സാധാരണ ജീവിതം നയിച്ചത്, നല്ല സുന്ദരമായ ജീവിതം നയിച്ച വെറും സാധുക്കളായിരുന്നു. അതിൽ തുളസി പ്രസവിക്കുന്ന സമയത്ത് അവരുടെ ബ്രദർ ബോംബെയിൽ നിന്ന് വന്നിട്ട് ബ്ലഡ് കൊടുത്തു. അതായത് പെങ്ങളോടുള്ള ഭയങ്കര കരുത കൊണ്ട് അയാൾ വന്നു ബ്ലഡ് കൊടുത്തു. ഇയാളൊന്ന് പോവുകയും ചെയ്തു. ആ സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് HIV ഉണ്ടായിരുന്നില്ല.
അപ്പൊ അദ്ദേഹം ഒന്ന് പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഇത് വീണ്ടും പ്രഗ്നന്റ് ആയപ്പോൾ ആ സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ സുശീലയുടെ ബ്രദറ് ബോംബെയിൽ എന്തൊക്കെയോ അസുഖങ്ങളായിട്ട് അയാൾ അവിടെ മരിച്ചു. അപ്പോഴൊന്നും ആർക്കും അറിയില്ല ഇങ്ങനെ ഇതുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു രോഗം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നൊരു 20 വർഷത്തിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുമ്പോൾ. 20 വർഷത്തിലാണ് ഞാൻ സർവീസിലായത്. ആ സമയത്താണ് ഇതുണ്ടാകുന്നത്. അതിന് മുമ്പാണ് അപ്പം ബ്ലഡ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇവർക്ക് ഈ ശ്വാസം മുട്ടലും ടിവിക്കൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുട്ടി വീടുണ്ടായി. അപ്പൊ 3 കുട്ടികളാണ്. ആദ്യത്തെ ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. 2 കുട്ടികൾ ഇപ്പൊ നിലവിലുണ്ട്. അതിൽ ഒരു കുട്ടിക്ക് മാത്രമേ HIV ഉള്ളൂ. രണ്ടാമത്തെ കുട്ടിക്ക് HIV ഇല്ല. പക്ഷെ ഇവിടെ ഇല്ല എന്നുള്ള രാഷ്ട്രീയ പറയുന്നത് എന്തായാലും അങ്ങനെ ഒരു ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് ഇങ്ങനെ ഉണ്ടത് കോൺഫിഡൻഷ്യലായി വെക്കണമെന്നുള്ളത് നമുക്കും അത് വ്യക്തമായില്ല. എന്തായാലും 2 കുട്ടികളെ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ സുശീലയ്ക്കും വിജയനും എഴുന്നേറ്റ് നിൽക്കാൻ മേലാത്ത വന്ന ശ്വാസം മുട്ടലും പറയാൻ ഒരുപാട് അസുഖങ്ങൾ, പനി കൊള്ളുക, രാത്രിയിൽ എടുത്തുകൊണ്ട് നമ്മുടെ പദ്ധതിയുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക, അങ്ങനെ നിരവധി ആശുപത്രികളിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയോ എന്തോ എവിടെയോ നിന്നുകൊണ്ട് ഒരു സംശയം വന്നുകൊണ്ട് സുശീലയെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി സുശീല HIV വാഹകയാണെന്ന്, അണുബാധയുള്ള HIV-കാരിയാണെന്ന്. അങ്ങനെ ഹിസ്റ്ററിയൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ബ്രദർ അവിടെ ബോംബെയിൽ മരിക്കുകയും ബോംബെയിൽ തന്നെ അടക്കം ചെയ്യുകയൊക്കെ ചെയ്ത ഒരു സംഭവമായി. അതുവഴി വിജയനുമായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ പൂർണ്ണമായും HIV-യുടെ എയ്ഡ്സിന്റെ അടിമകളായി മാറുകയും അവരെ അടയ്ക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ഒരു ശ്മശാനത്തിലാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം ഞാനൊക്കെ ഞങ്ങൾ സർവീസിൽ കയറുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല HIV എന്താണെന്നോ എയ്ഡ്സ് എന്താണെന്നോ ഒന്നും അറിയാൻ മേലാത്ത. കാരണം HIV ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോലും ആ പ്രദേശത്ത് പോലും പോകാൻ ഒരു കാലഘട്ടത്തിലാണ് ഇവരവിടെ വരികയും നമ്മളൊക്കെ അന്നത്തെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൊടുക്കാൻ കാരണം ഈ കുട്ടികൾക്ക് പാലൊക്കെ വാങ്ങാൻ ആരും തടയുന്നില്ല. മലയാളത്തിലെ ഒരു സ്കൂളിൽ ഈ കുട്ടികളെ വിട്ടു 2 വയസ്സ്. കാരണം നിങ്ങൾ ആലോചിക്കണം, എയ്ഡ്സ് എന്താണ് പറഞ്ഞത്? ഒരു കുടുംബത്തെ മൊത്തം അനാഥമാക്കിക്കൊണ്ടാവേ. ലോകത്താരും ഇവരെ സംരക്ഷിക്കത്തില്ല. നമ്മുടെ ഇവിടുന്നുള്ള വേൾഡ് വിഷയം 10 ജില്ലാ കളക്ടർ മുഴുവൻ ആൾക്കാരും വന്നു. പക്ഷേ ആ സ്കൂളിൽ കയറാൻ, സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ പഠിക്കുന്നു, ഒരു ഗ്രാമപ്രദേശത്തിന്റെ സ്കൂളാണ്. ഞാനവിടെ പോയി. പക്ഷേ ഒരൊറ്റ ഒരാൾ പോലും അവിടുത്തെ HM ഇവരുമായി റിലേഷൻ ഉള്ളവരാണ്. പക്ഷെ HM നിസ്സഹായായിരുന്നു. ഒരാൾ പോലും കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഒരു കുട്ടി ഒരു മൂലയിലാണ്, കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. പക്ഷേ കുട്ടിയെ പഠിപ്പിക്കില്ല. അവർ കട്ടായം വെച്ചു, ഞാൻ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ ഇവിടെ നിങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങളുടെ പിള്ളേരെ എല്ലാം ഞങ്ങൾ മാറ്റുമെന്ന്. ഒരു അംഗൻവാടി വിടാൻ കഴിയില്ല, ആശാക്കളെ കൊണ്ട് വിടാൻ കഴിയില്ല. കുട്ടി അവസാനം വിദ്യാഭ്യാസം കിട്ടാതെ മാറുകയും പിന്നീട് പല സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കുട്ടികളെ പിന്നെ വിദ്യാഭ്യാസം കുറച്ച് ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുണ്ട് 2 കുട്ടികൾ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മളിത് ആലോചിക്കുമ്പോൾ പഴയ ആ ഒരു 20 വർഷത്തിന് എനിക്കറിയാവുന്ന 20 വർഷത്തിന് മുമ്പുള്ള ഒരു കഥ എടുക്കുമ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നീട് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ നാട് മുഴുവൻ കുട്ടികളെ ഒറ്റപ്പെടുത്തി. കുട്ടികൾ കുളിക്കാൻ പാടില്ല. ഒരു തോടിന്റെ പുറത്തേക്കാണ് ഇവരുടെ വീട്. ചെറിയൊരു വീടാണ്, 2 വിഷയക്കാരി വെച്ചുകൊണ്ട് ചെറിയ വീടാണ്. അതിന്റെ ഇടത് ഭാഗത്തൊരു തോടുന്നുണ്ട്, അവിടെ കുളിക്കാൻ പറ്റില്ല. മലയാളപ്പുഴ പോലെ പ്രദേശത്ത് ഏറ്റവും വെള്ളമുള്ള പ്രദേശം, വെള്ളം കുറവുള്ള പ്രദേശമാണ്. വീട് കിടന്നിട്ട് വെള്ളം പോരാൻ കഴിയില്ല. അവസാനം അതിന്റെ അമ്മയുടെ അമ്മ വന്ന് നിന്നുകൊണ്ട് ആരൊക്കെ കുറേശ്ശെ വെള്ളം കുടകളിൽ കൊണ്ടു കൊടുത്തുകൊണ്ടാണ് കുറേ നാളത് ജീവിച്ചത്. കുട്ടികൾക്ക് ഭക്ഷണമില്ല, പിന്നെ ഡ്രസ്സ് കഴുകാൻ പറ്റില്ല, വെള്ളം ഈ ഡ്രസ്സൊക്കെ കഴിയുമ്പോൾ അവസാനത്തിന് സമ്മതിക്കത്തില്ല. ആ പ്രദേശത്തെ ആകെ ഒരു അരാജകത്വത്തിലേക്ക് നീക്കിയിട്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നോക്കിയിട്ട് അവിടെ ജനം സമ്മതിച്ചില്ല. അവസാനം കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അക്ഷരയടക്കമുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസത്തെ പറ്റി മാധ്യമങ്ങൾ തുടങ്ങി. അങ്ങനെ ഈ കുട്ടികളെ ഇതൊന്നും വേറെ ഏതൊരു സ്കൂളിൽ അടക്കങ്ങളുടെ ഒരു സ്കൂളിലാണ് വിട്ട് പഠിപ്പിച്ച് ഇന്ന് ആ കുട്ടികൾ വളരെ സുരക്ഷിതരായി ജീവിക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ സാഹചര്യത്തെ അതിജീവിച്ച കുട്ടികളോട് ചോദിച്ചാൽ മതി. നമ്മുടെ ജില്ലയിലൊക്കെ ട്രെയിനിങ് നടത്തുമ്പോൾ ഇവരുടെ കഥയാണ് പറഞ്ഞത്, തുളസി വിജയന്റെ കഥയാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ആ പാവപ്പെട്ട സ്ത്രീയെ വിജയന്റെ അമ്മയൊക്കെയാണ് എന്തൊരു തെറിയാ വിളിക്കുന്നത്. നമ്മളൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ പോയതാണ് ഒരു ഫോട്ടോയിൽ നിന്ന് ഇറങ്ങാൻ. അപ്പൊ അവസാനം പറഞ്ഞ് നമ്മളോട് പറഞ്ഞ വാക്കുകൾ, എന്റെ മക്കൾ എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ ഒരു കഥ. കാരണം കണ്ണുനീര് വാരി എറിഞ്ഞുകൊണ്ട് ഓട്ടോക്കാരെ മരിക്കുകയും ചെയ്ത് നമ്മുടെ പൊതു ശ്മശാനത്താണ് അവരെ അടയ്ക്കരുത്. ഈ 2 ആൾ കാരണം അടക്കുന്നതെന്നറിയാം, കോവിഡുള്ള ആൾക്കാരെ അടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ.
അല്ലേ? നമ്മളതിന് സുരക്ഷിത മാർഗമുണ്ട്. ഏതാ? PP കിറ്റ്. അന്ന് PP കിറ്റ് വല്ലതുണ്ടോ? ഒരു മനുഷ്യൻ എടുത്ത് എങ്ങനെയാണ് നമ്മൾ പറയില്ല, പട്ടിക്ക് പോലും ഒരേ ബഹുമാനം കൊടുക്കുന്ന തരത്തിലാണ്. അങ്ങനെ ഒരു സ്ഥിതിയിൽ നിന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഇപ്പൊ നമ്മൾ ഇവിടെ എത്താനുള്ള പ്രചോദനമായത് എന്താണ്? നമ്മുടെ ബോധവൽക്കരണ ക്ലാസ്സുകളാണ്, ബോധവൽക്കരണ പരിപാടിയിലൂടെയാണ് ഇതുമായി സോഷ്യൽ മാലിന്യമുള്ള ഈ അസുഖത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് സമൂഹത്തിനിടയിലുണ്ടായതാണ്. സമൂഹം ഇതിനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല. ഇവര് മനുഷ്യരാണ്. ഇവരുടെ മുൻകാലങ്ങളിലെ ജീവിതങ്ങളിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ടുപോയി ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന പ്രചോദനം കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇന്ന് എയ്ഡ്സ് രോഗികളോടൊപ്പം ജീവിക്കുന്നത്. പല എത്ര പേരെ എയ്ഡ്സ് രോഗികളുണ്ട്. കുട്ടി ബോംബെയിലായിരുന്നു. അതിന്റെ കുട്ടിക്ക് 18-19 വയസ്സുണ്ട്. പക്ഷെ ആ കുട്ടി ബോംബെയിലെ പോകുമ്പോൾ നമ്മുടെ താമയുണ്ട്. ബോംബെയിലെ ജീവിക്കുന്നത് ഒരു മോശക്കാരെന്നല്ല, ബോംബെയിൽ അതിന്റെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ടാണ് കുട്ടിയുടെ ആ കൈപ്പച്ചിന് പിടിച്ചത്. അത് പക്ഷെ ഒരു ഉപകാരം ചെയ്യും. നമ്മളെപ്പോൾ അതിന് ഇഞ്ചക്ഷൻ എടുക്കണം. അതിന്റെ ഭാര്യ കൊച്ചിനെ അതിന്റെ മകൻ ഇഞ്ചക്ഷൻ എടുക്കണം. എവിടെ പോയാലും ആദ്യം നമ്മളോട് പറയും, സാറേ ഇന്ന് ഇതുപോലെ ഉച്ചയ്ക്കുള്ള ഒരു അമ്മയുടെ മകനാണ് കുട്ടിക്കിന്. അതുകൊണ്ട് നമ്മളപ്പം തന്നെ ആ കുട്ടിക്ക് ഉപയോഗിക്കുന്ന സിറിഞ്ച് 10 വയസ്സിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. സിറിഞ്ചും ഗ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ടാണ് എടുക്കുന്നത്. പക്ഷെ എൻ്റെ ഭർത്താവ് കഴിക്കേണ്ടത് ഈ കുട്ടി ഇപ്പോൾ ഏതാണ് പ്ലാന്റിലാണ്. പ്ലാന്റിന്റെ പ്ലാന്റെന്ന് പറഞ്ഞാൽ എയ്ഡ്സ് രോഗികൾ ജീവിക്കുന്ന കൂട്ടായ്മയാണ്. അപ്പൊ അവർക്ക് ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങൾ. അവരിങ്ങനെ ഈ എയ്ഡ്സ് രോഗി ഇന്നത്തെ ദിവസം അവർ ഒരുപാട് പരിപാടികൾ നടത്തും. പ്രദേശങ്ങളിലൊക്കെ പോയി പല ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇന്നീ കാണുന്ന ഒരു സമൂഹമായിരുന്നില്ല എയ്ഡ്സ് രോഗികളായ ഒരു സമൂഹത്തെ അതിജീവിച്ചത്. അപ്പൊ ഒരുപാട് എതിർപ്പുകളോടെ സമൂഹം വളരെ പുച്ഛത്തോടെ, കാരണം എല്ലാ ആൾക്കാരുടെയും മനസ്സിലെന്താ ഇമോറൽ സെക്സ് ആണ് എയ്ഡ്സ് വന്നതെന്നാണ്. അപ്പൊ ആരെയാ കൂടുതൽ പറയുന്നത്? ആ രണ്ടുപേരെ ഗർഭനാഥന്മാരെ രണ്ടുപേരും നമ്മൾ ചതിച്ചെന്ന് വെച്ചോ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയോ ഭർത്താവിൽ നിന്ന് അറിയാതെയോ ഭാര്യയിൽ നിന്ന് അറിയാതെയോ ഒക്കെ പരസ്പരം എയ്ഡ്സ് ബാധിച്ച് മരിക്കേണ്ടി വന്നത്, ജീവിതം തള്ളി നീക്കേണ്ടി, നരകയാതനയോടെ ജീവിതം തള്ളി നീക്കേണ്ടി വന്ന ഒരു സമൂഹം മുമ്പ് എന്തായിരുന്നു? അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഓരോ ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിക്കാൻ. പിന്നെ ഇതെന്തോ എന്നാണ് ഇത് ആദ്യം തുടങ്ങിയെന്നാ? 988 കുറച്ച് നാളെയായിരുന്നു അല്ലേ? വളരെ കുറച്ച് നാളായിരുന്നു. 1988 ആദ്യമായിട്ട് ലോകത്താകമായി. എന്തുകൊണ്ടാണ് റെഡ് ധരിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഇടയാണോ? റെഡ് റിബൺ ധരിക്കുന്നത് എന്താ? എന്തുകൊണ്ടാണ്? അതെന്താണെന്നറിയോ? എന്തിനാണ് നമ്മൾ റെഡ് റിബൺ പച്ച ധരിക്കുന്നത്, കറുപ്പ് ധരിച്ചിട്ടുണ്ട്? കറുപ്പൊക്കെ എനിക്ക് കുറച്ച് ദുഃഖമാക്കിയാണ്. എന്താണ്? 1976 എയ്ഡ്സ് മൂലം നിരവധിയായ നമ്മുടെ അംഗങ്ങൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ നവംബർ 30 ഓർമ്മയ്ക്ക് വേണ്ടി ആണ് റെഡ് ചിഹ്നം കൊടുത്തുകൊണ്ട് ഇതിനെ റെഡാക്കി റെഡ് റിബൺ ധരിച്ചുകൊണ്ട്. റെഡ് റിബൺ ധരിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് നമ്മൾ റെഡ് റിബൺ ധരിക്കുന്നത്? എന്താണ്? ഞാന് എയ്ഡ്സ് രോഗിയോടൊപ്പമാണ് ജീവിക്കുന്നത്. എയ്ഡ്സ് രോഗി നമ്മളെ ഒപ്പമുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രചോദനവും കരുത്തും നമ്മൾ കൊടുക്കും എന്നും മറ്റ് മരണപ്പെട്ട ആൾക്കാരെ അനുസരിപ്പിക്കാൻ വേണ്ടിയാണ് ഏത് ഉപയോഗിക്കുന്നത്? റെഡ് റിബൺ. അത് ചിന്തിച്ചിട്ടില്ലേ? പിന്നെ ഇതിന് നമ്മൾ കുറെ കാര്യങ്ങളാണ്, ശ്ലോകങ്ങളാണ് പറയുന്നത്. നമ്മള് ഇവരോട് എയ്ഡ്സ് വരുമ്പോൾ ആൾക്കാരോട് പറഞ്ഞെന്തോ? ഒന്ന് സുഖം തേടി നടന്നവരെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ സുഖം തേടി പോയപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അസുഖം കൂടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സുഖം തേടി പോകുന്നല്ലേ സെക്സിന് പറയുമ്പോൾ ആൾക്കാർ നമ്മളെ പറയണം. ഇപ്പൊ രോഗിക്ക് ഒരാൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കിട്ടുന്ന സുഖം തേടി പോകുന്നതല്ല. അപ്പൊ ലൈഫിലേക്ക് പോകുന്ന ആൾക്കാരെ അറിയുന്നില്ല. അവര് സുഖം തേടി പോയപ്പോഴൊക്കെ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സുഖത്തിന്റെ പുറകെ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരസുഖം കൂടി കൊണ്ടാണ് നിങ്ങൾ വന്നത് എന്ന് ബോധ്യപ്പെടുന്നത്. അത് നമ്മളെ മറ്റൊന്ന്, ഇതിന് പിന്നെ ഓർമ്മയുണ്ടാവും. ഈ രോഗം വന്നാൽ ചിട്ടയായ മരുന്നും പിന്നെ കൃത്യസമയത്തുള്ള പരിശോധനകളും. എവിടെയാണ് നമ്മൾ പരിശോധിക്കുന്നത്? ജ്യോതിസ് പോലെയുള്ള എവിടെ സെന്ററുകൾ എവിടെയാണത്? നമുക്ക് എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ജ്യോതിസ് ഉണ്ട്. തികച്ചും എന്താണ്? ഫ്രീ ആണ്. അവിടെ എന്തൊക്കെയുണ്ട്? കൗൺസിലിംഗ് ഉണ്ട്. HIV കണ്ടുപിടിച്ചാൽ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ആ രേഖ വെക്കുന്നത്. ഇപ്പൊ ഒരാള്
HIV ആണെന്ന് കണ്ടെത്തിയാൽ അത് തികച്ചും കോൺഫിഡൻഷ്യൽ ആണ്. അത് പുറത്തേക്കൊന്നും പോകത്തില്ല. പിന്നെ അവിടെ തന്നെ എന്തുണ്ട്, ART ട്രീറ്റ്മെന്റ് ഉണ്ട്. ART ട്രീറ്റ്മെന്റ് എവിടെയാണ് എടുക്കുന്നത്? നമ്മുടെ ജില്ലയിൽ എവിടെയുണ്ടെന്നറിയാമോ? ART എന്ന് പറഞ്ഞാൽ എന്തോ, ആന്റി വൈറൽ ആന്റി റിട്രോവൈറൽ തെറാപ്പി ട്രീറ്റ്മെന്റ്. അത് എവിടെയാണ് കൊടുക്കുന്നത്? പത്തനംതിട്ടയിലല്ല മരുന്ന് വിലയുള്ളതാണ്. ആ മരുന്ന് കൊടുക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഉണ്ട്. അത് എന്തിനാണ്? എക്സ്പാൻഡ് ലൈഫ്, കുറച്ചും കൂടി ലൈഫിൽ ഒന്ന് നീട്ടി കിട്ടാം. കാരണം നീട്ടി അത് മരണത്തിന് വേണോ? അല്ല, നമുക്ക് മരണത്തിന് മുമ്പ് കുറച്ച് നാളും കൂടെ ഒന്ന് ഇടവേള ഉണ്ടാക്കാൻ വേണ്ടിയാണ് ART കൊടുക്കുന്നത്. അതുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മളിപ്പോ കൂടുതൽ പറയുന്നത് മരണമില്ലാത്ത ഒരു നാളേക്കായി നമുക്ക് ഒന്നിക്കാം. അതാണ് ഈ ദിവസം വേറെ ഒരാളുണ്ട്. ഇനി നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മളവരോട് പറയുന്നുണ്ടോ, മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് നമുക്ക് ഒന്നുകൂടി ഒന്ന് ആരോടാ പറയുന്നേ? നമ്മളോട് പറയാം മരണമില്ലാത്ത ഒരു ലോകത്ത്. മരണമില്ലാത്ത ലോകത്ത് അങ്ങനെ ലോകത്ത് ഇല്ല. പക്ഷെ ഇടവേളകൾ സൃഷ്ടിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് പോകാൻ കഴിയുന്നതാണ്. പിന്നെ അതുപോലെ അവരുടെ കർമ്മം എന്തായിക്കോട്ടെ, അവരുടെ പ്രവൃത്തി എന്തായിക്കോട്ടെ, പക്ഷെ അവരെല്ലാം രോഗികളായപ്പോൾ നമ്മളെല്ലാം അവരെ പഠനപൂർവ്വം കൈക്കൊള്ളും എന്ന ഒരു ഉത്തേജനം കൂടിയാണ് നമ്മൾ AIDS ഡേയിൽ ആലോചിച്ച് പ്രവർത്തിച്ചു പോകുന്നത്. പിന്നെ കളർ ഞാൻ പറഞ്ഞു, കളർ എന്താണെന്ന് അറിയാലോ. പിന്നെ ഇത് 1986 ഫസ്റ്റ് AIDS കണ്ടുപിടിച്ചത്. പക്ഷെ 76 എത്ര നവംബർ 30 കുറേയേറെ ആൾക്കാർ മരിച്ചിരുന്നു. എത്ര 84 35 ദശലക്ഷം ആൾക്കാർ, മില്യൺ ആൾക്കാർ HIV മൂലം മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആൾക്കാർക്ക് എത്ര വേണ്ടേ? അതെ, ടെക്നിക്കൽ നമ്മുടെ സാങ്കേതിക ഇരിക്കുന്നു. അത്രയേറെ പലതായിരുന്ന സമയത്ത് എന്തൊക്കെയാണ് മരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, കോവിഡ് വന്നപ്പോഴാണ് നമുക്കറിയാവുന്നത്. ഏത് ചൈനയിലൊക്കെ നിരവധി ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ ആദ്യ സമയത്ത് കോവിഡ് ആൾക്കാർ പറഞ്ഞോ? ഇല്ല. കൊറോണ വൈറസ് ആണോ എന്താണെന്നൊന്നും അറിയില്ല. കുറെ ആൾക്കാർ മരിച്ചു കിടന്നപ്പോഴേ പിന്നീടാണ് ഒരുപാട് ശാസ്ത്ര പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഇത് വന്നത്, കൊറോണ ആണെന്ന് കണ്ടെത്തി. അപ്പോഴത്തേക്കും നമ്മുടെ ലോകത്തെ മുഴുവൻ സമൂഹത്തെയും മുഴുവൻ ജനതയും ലോകത്തുള്ള ലോക മനുഷ്യരാശിയെ മൊത്തം കീഴടക്കി കഴിഞ്ഞപ്പോഴാണ് എന്ത് കണ്ടുപിടിച്ചത്? അത് കൊറോണ ആണെന്ന് കണ്ടത്. അതേപോലൊരു സമയത്താണ് 1984 കാലഘട്ടത്തിൽ ഇത് ദശലക്ഷക്കണക്കിന് 34 ദശലക്ഷം ആൾക്കാർ HIV മൂലം മരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് 84 നമ്മൾ ഇതിന് ഉത്ബോധനമാണ് പിന്നെ നമ്മൾ ദയായിട്ട് എത്ര എത്ര കാലഘട്ടം ഉണ്ടെന്ന് അറിയാമോ? AIDS-ന് എത്ര കാലഘട്ടം ഉണ്ട്? എത്ര കാലഘട്ടം ഉണ്ടെന്ന് അറിയാം? 3 കാലഘട്ടം. അത് ഒന്ന് ആക്യൂട്ട് എന്ന് പറഞ്ഞാൽ സഡൻ ഉണ്ടാവുക, അവരുടെ സിംറ്റം അനുസരിച്ചാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ട് കുറേ നാളുകൾ ക്രോണിക് വയറിളക്കം. ഇതിൽ ആൾക്കാർക്ക് ക്രോണിക് ആയിട്ട് ഉണ്ടാവും. ഇന്ന് വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ കണ്ടിന്യൂസ് പറയുന്നത്. മൂന്നാമത്തെ അവസ്ഥയാണ് AIDS. അപ്പൊ ആദ്യം ഒരാളുടെ HIV വൈറസ് അവരുടെ ദേഹത്ത് ബോഡിയിൽ കയറിയാൽ അവരാകെ AIDS ആയി മാറിയോ? ഇല്ല. അവർ എത്ര കാലയളവിലുള്ള കുറഞ്ഞതും 10 വർഷത്തെ കാലം, നമ്മൾ പറയും 12 വർഷം, 10 വർഷത്തെ കാലയളവിനുള്ളിലാണ്. ഏതൊക്കെ സ്റ്റേജുകൾ കടന്നാൽ ഈ 3 സ്റ്റേജുകൾ കടന്നാണ് പോകുന്നത്. ഒന്ന് ആക്യൂട്ട്, അതപ്പോ HIV ഇൻഫെക്ഷൻ കിട്ടിയ കാലം. രണ്ടാമതെന്ന് പറയുന്നത് പിന്നെ ക്രോണിക്കാണ്, അപ്പൊ HIV ആയി. മൂന്നാമതായപ്പോഴേക്കും AIDS ഒരു കൂട്ടം രോഗ സമുച്ചയം തന്നെ അവരെ ബാധിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ ഓരോ കളിലെങ്ങനെ എന്തൊക്കെയുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു. ഇതൊക്കെയാ എന്ന് പറയുന്നത് പല്ലുവേദന ഉണ്ടാകും, എല്ലാവരും രോഗലക്ഷണം. പനി ഉണ്ടാകും, തലവേദന ഉണ്ടാകും, മസിലുകൾക്കെല്ലാം ഉണ്ടാകും. പിന്നെ വേറെ ഏറ്റവും വലിയ പ്രശ്നമാണ് തൊണ്ടയ്ക്ക്. ഇപ്പൊ നമ്മൾ ആൾക്കാരെ ചോദിക്കുന്നത് പനിയുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്തുവാ? തൊണ്ടവേദന. അതെന്തിനാ? കൊറോണ വൈറസ് ഉണ്ടെന്ന്. അപ്പൊ അത് രോഗം തന്നെ ആളുണ്ടായിരുന്നു. HIV വൈറസിലൊക്കെ. പിന്നെ ലീഫെഡിമ, കാലുകൾക്ക് കൈകൾക്കൊക്കെ തന്നെ നല്ല നരമ്പുകൾക്കൊക്കെ എടിമയുണ്ടാകും. എടിമെന്ന് പറഞ്ഞാൽ വീക്കം, എടിമയുണ്ടാകും, അതുണ്ടാകുമായിരുന്നു. പിന്നെ ഈ 2-3 ലക്ഷണങ്ങൾ 2 ആഴ്ചയാണ്. 2 ആഴ്ച കഴിയുമ്പോൾ ഈ രോഗലക്ഷണങ്ങൾ മാറും. അപ്പൊ നമ്മൾ വിചാരിക്കും ചെറിയ വൈറൽ പനി ആയിരിക്കും. പക്ഷെ പിന്നെ കണ്ടിന്യൂസ് ആയി ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നിരന്തരമായ വയറിളക്കവും പിന്നെ പേശികൾക്ക് വേദനയും രാത്രികാലങ്ങളിൽ ഉറക്കമില്ല, എന്താണ് ചെയ്യുന്നതെന്നറിയില്ല, ഒരുതരം ഹാലൂസിനേഷൻ ആകും. പിന്നെ ഇങ്ങനെ നിരവധിയായ രോഗലക്ഷണങ്ങളെ. പിന്നെ നൈറ്റ് സ്വെറ്റിംഗ്, രാത്രികാലങ്ങളിൽ വിയർപ്പ്. രാത്രികാലങ്ങളിൽ വിയർക്കുന്നതുകൊണ്ടാണ് നമ്മളത് TB ആണെന്ന് ട്യൂബർക്ലോസിസ് ആണെന്ന് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ
കാണിച്ചിരിക്കുന്നത്. കാരണം ട്യൂബർക്ലോസിന്റെ ഒരു ലക്ഷണമാണ് രാത്രിയിൽ നന്നായിട്ട് സ്വെറ്റിംഗ് ഉണ്ടാകും, വെയ്യൊക്കെ ഉണ്ടാകും. പിന്നെ സ്കിന്നുകളിലൊക്കെ പർപ്പിൾ കളർ, ഒരുതരം പർപ്പിൾ കളർ, പിന്നെ വ്രണങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ മുഴകൾ ഉണ്ടാകുന്നു. പിന്നെ സിവിയറായുള്ള ഒരുപാട് നാളെ നീണ്ടു നിൽക്കുന്ന വയറുകളൊക്കെ ഉണ്ടാവുകയാണ്. ഇങ്ങനെ നിരവധിയായ അസുഖങ്ങൾ ഉണ്ടാകും. അവസാനം അയാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും അയാളുടെ CD4 സെല്ലിൽ HIV അണുബാധ ഉണ്ടായിരുന്നു. ഇയാളായി മാറി ഒരു AIDS രോഗിയായി മാറി എന്ന ഒരു ദുരന്ത സത്യം നമ്മൾ അറിയുന്നു. ഇത്തരം കാര്യങ്ങളിലേക്ക് എനിക്ക് പറയുന്ന രീതിയെ പറഞ്ഞു. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ട്രീറ്റ്മെന്റ് ART മാത്രമേ ഉള്ളൂ. ആന്റി റിട്രോവൈറൽ തെറാപ്പി എന്ന് പറയുന്ന മരുന്ന്. അത് ഭയങ്കര വിലയാണ്. ഇതൊരു ഹോമിയോക്കാരൊക്കെ പറയുന്നത് മരുന്നുണ്ട്. പക്ഷെ നമുക്കത് തിരിച്ച് ഫ്രീ ആയിട്ട് മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്നുണ്ട്. അത് എന്തിനു മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ? ഈ മരുന്ന് അവരുടെ ജീവിത ദൈർഘ്യം കുറെ കൂടി മരണത്തിലേക്കുള്ള വഴി കുറച്ചുകൂടി ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നത്. ഒരിക്കലും AIDS ബാധിച്ചാൽ ആൾ എന്നുമാനായിരിക്കും മരണത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കരുതൽ ഒരു സത്യം, യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. പിന്നെ ഇത് പറയുന്ന രീതി ഞാൻ പറഞ്ഞു. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് പറയുന്നത് എവിടെയാണ് ഇതിന്റെ ടെസ്റ്റുകളുടെ ജ്യോതിസ് പോലെയുള്ള ലാബുകളില്, കേരളത്തിലെ എല്ലാ ലാബും ഫ്രീ ആയിട്ടാണ്. ഈ ലാബുകളെല്ലാം നമുക്ക് ജ്യോതിസിന്റെ ലാബുകൾ കോൺഫിഡൻഷ്യലായ രേഖകളാണ് എടുക്കുന്നത്. നമുക്ക് ആർക്കും ചെന്ന് പങ്കെടുക്കാം. ഇനി നമ്മൾ അറിയേണ്ട കാര്യം, ഇത് നമ്മുടെ ഇടയിലുണ്ടോ? നമ്മുടെ ഒരു ധാരണയിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്? ബോംബെ തെരുവുകളിൽ ജീവിക്കുന്ന ആൾക്കാരെ പറ്റി നമ്മൾ വളരെ കുറിച്ചോടെ സംസാരിക്കുന്നത് അറിയാമോ? ബോംബെ തെരുവിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ വേശ്യാവൃത്തി ചെയ്യുന്ന ആൾക്കാർ ജീവിക്കുന്ന എന്താണ്? വേശ്യാവൃത്തി എന്ന് പറയുന്ന ഒരു പാപമാണെന്നോ ശാപമാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാ നമ്മുടെ നാട്ടിൽ നിന്നും ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണല്ലോ അകപ്പെടുന്നത്. പല സ്ത്രീകളും ജോലി നേടി വിശാലമായ ലോകത്തേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന്, നമ്മുടെ വീടിന്റെ ദുരന്ത സാഹചര്യങ്ങളെ മാറ്റി വെക്കാൻ തക്കമുള്ള സാമ്പത്തിക പദ്ധതി കിട്ടാതെ വരുമ്പോൾ അവർ ചിലപ്പോൾ പ്രലോഭങ്ങളിൽ വശപ്പെടും. അല്ല എങ്കിൽ അവരെ ചതിക്കുഴിയിൽ പെട്ടുകൊണ്ട് ഈ തെരുവുകളിൽ വരും. ഈ തെരുവുകളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കണക്കെടുത്താൽ നാട്ടുപ്രദേശങ്ങളിലോ മറ്റു പ്രദേശങ്ങളിലോ ആൾക്കാരുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വേശ്യാവൃത്തിക്ക് പോകുന്ന ജനങ്ങളിൽ സ്ത്രീകൾ വളരെ കുറവ് മാത്രമേ എന്തുള്ളൂ? ലീഡ്സ് ഉള്ളൂ. എന്താണെന്നറിയാമോ? അവർ ഏറ്റവും വലിയ പ്രതിരോധ മാർഗം എന്താണ്? എയ്ഡ്സിനെ പ്രതിരോധിക്കുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? ഇപ്പൊ സെക്സ് വേണ്ടെന്ന് ആരും പറയുന്നില്ല. സെക്സില് എന്തുപയോഗിക്കണം? കോണ്ടം, അല്ലേ? നിരോധം എന്ന് പറയുന്ന ഏറ്റവും സുരക്ഷിതമായ ഗർഭനിരോധ സെക്സിനെ എയ്ഡ്സിനെ നിരോധിക്കുന്ന ഒരു സാധനമുണ്ട്. ഡോക്ടേഴ്സ് എന്നാൽ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് പോയിട്ടുണ്ട് പഠനത്തിന് വേണ്ടി. നമുക്കറിയാം, ഡോക്ടർ ഉമേഷ് നാരായണ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയും ഏതൊരാളുടെ പോക്കറ്റിലും ഏതൊരു സ്ത്രീയുടെ കയ്യിലും ഒരു ഡസനിലേറെ എന്തുണ്ട്? നിരോധം എന്ന് പറയുന്ന ഏതുണ്ട്? ആ ഉറയുണ്ട്. ആ ഉറ ഇപ്പൊ ഒരാൾ സെക്സിന് താല്പര്യപ്പെട്ട് ചെന്നാൽ അവരാദ്യം എന്താണ് ചോദിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ നിരോധമുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെടുക്കും? ഇവരുടെ കയ്യിൽ സ്റ്റോക്കുള്ള നിരോധം എടുത്തു കൊടുത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവരെ സെക്സ് ചെയ്യുന്ന അവർ പൈസ വാങ്ങും, അല്ലെ? വേശ്യാവൃത്തി വേശ്യാവൃത്തി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പൈസയ്ക്ക് വേണ്ടിയാണ്. ഇനി രണ്ട് മുഖങ്ങൾ ഞാൻ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് വേശ്യയായി മാറുന്നത്, അല്ലെ? എങ്ങനെയാണ് അവർ ജീവിതത്തിന്റെ ആ ഒരു ബെക്ഗ്രൗണ്ടിലേക്ക് നിങ്ങൾക്കറിയാം. അവർ ടാക്സ് അടയ്ക്കുന്നവരാ, അല്ലേ? അറിയാമോ? സെക്സ് വർക്കേഴ്സ് ഉണ്ടെന്നറിയോ? ലോകത്തെ സെക്സ് വർക്കേഴ്സ് ഒരു വലിയ വിഭാഗമാണ്. ജനസംഖ്യയിൽ ഒരു നല്ല വിഭാഗം ആരാണ്? സെക്സ് വർക്കേഴ്സ്. അവർ റെക്കോർഡിങ്ങാണ്. അതിന് സംഘടനയുണ്ട്. ആ സംഘടനയുണ്ട് സെക്സ് വർക്കേഴ്സിന്. ഇപ്പൊ സെക്സ് വേണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പറയാൻ പറ്റുമോ? ഇല്ല. സെക്സ് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. ഒരു മനുഷ്യൻ ഒരാളുടെ ലൈഫിനകത്ത് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് സെക്സ്. സെക്സ് ഇല്ലാതെ എന്തെങ്കിലുണ്ടോ? ഇല്ല. നമ്മളെ പോലെ അനന്തര തലമുറ ഉണ്ടായത് എന്തിലൂടെയാണ്? സെക്സിലൂടെയാണ്, അല്ലേ? സെക്സ് അത് എങ്ങനെയാ? ഭാര്യാഭർത്തൃത്വത്തിലാണെങ്കിലും പിന്നെ മറ്റു അനാഥത്വത്തിലുണ്ടാകാതെ എന്തായാലും എന്തുണ്ട്? സെക്സ് എന്ന് പറഞ്ഞ ഹ്യൂമൻ നീഡാണ്, മനുഷ്യന്റെ ആവശ്യകതയാണ്. അതിനെ പൂർണ്ണമായും പരിപോഷിച്ച് എത്തുമ്പോഴാണ് കുടുംബ ലൈഫിന്റെ സജ്ജമായ ഒരു സുജന്മായ കുടുംബ ലൈഫ് കിട്ടുന്നത്. എവിടെയൊക്കെ സെക്സ് പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ കുടുംബ ലൈഫും നിങ്ങൾക്കറിയാലോ, ബഹുമാനമാണ്. നിങ്ങൾക്കറിയാം, എവിടെയൊക്കെ സെക്സ് പരാജയപ്പെടുന്നു അവിടെയാണ് മറ്റിരകളെ തേടി പോകുന്നത്, അല്ലേ? അറിയാമോ? മറ്റിരകളെ തേടി പോകും. എന്തുകൊണ്ടാണ്?
സെക്സ് എന്ന് പറയുന്ന പൂർണ്ണതയിലെത്താത്ത എല്ലാ സെക്സും ലൈഫിനെ ത്രട്ടണിയാണ്. ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും ജീവിതത്തിന്റെ ഭീഷണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സെക്സ് പ്രീ മാരേജ് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടാണ് എല്ലാ മത സംഘടനകളും ഇന്ന് കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത്. ആണോ? ഉണ്ടല്ലോ. SNDP, NSS, ക്രിസ്ത്യൻ സഭ, മുസ്ലിം സഭയുടെ ഞാൻ കേട്ടില്ല, ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ സഭക്കാരും എന്തുകൊണ്ടാണ് ഇപ്പൊ പ്രീ മാരേജ് കൗൺസിലിംഗിന് കൂടുതൽ ഇത് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ കുടുംബ ലൈഫുകൾ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോരുത്തരും കഴിഞ്ഞ കാലങ്ങളിൽ ഈ ജീവിതത്തിലേക്ക് വരുമ്പോൾ കല്യാണം കഴിക്കുന്നത് പലരും എന്തിനാ? കല്യാണം കഴിച്ചു കഴിയുന്നത് വിവാഹമോചനത്തിനാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ്, അല്ലേ? കേരളം പോലെയുള്ള സാംസ്കാരികമായ ഏറ്റവും ഉയർന്ന വിദ്യാസമ്പന്നരുടെ നാട്ടില് ഇവിടെയാണ് കേസുകൾ കൂടുതൽ വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കുറവാണ്. അതുകൊണ്ടാണ് എല്ലാ സമുദായ സംഘടനകളും പ്രീ മാരേജ് കൗൺസിലിംഗ് വെക്കുന്നു. പ്രീ മാരേജ് കൗൺസിലിംഗിൽ പുരുഷനെ സ്ത്രീയെ എഴുതിക്കൊണ്ട് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയായിരിക്കണം സെക്സ്, എത്ര ദിവസം സെക്സ് വേണം, എല്ലാ ദിവസവും വേണോ, എങ്ങനെയാണ് കുടുംബം കൊണ്ടുപോകേണ്ടത്, ഇത് പറയാനാണ് നടക്കുന്നത്. അപ്പൊ സെക്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ മോശമല്ല. അവരെ ഓരോരുത്തരുടെയും കാമം തീരാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു വിഭാഗത്തെ എടുക്കുന്ന ആൾക്കാരാണ്. അവരുടെയും വളരെ കുറവ് ആൾക്കാർക്ക് മാത്രമേ എയ്ഡ്സ് രോഗമുള്ളൂ. മറിച്ച് നമ്മുടെ പ്രദേശങ്ങളിലെ പണ്ട് കാലങ്ങളിൽ പല മേഖലകളിൽ തൊഴിലിടങ്ങളിൽ എവിടെയൊക്കെയാണ് റിസീവിംഗ് ബൂത്തുകളിൽ വർക്ക് ചെയ്യുന്നവർ, തൊഴിൽശാലകളിൽ വർക്ക് ചെയ്യുന്നവർ, പിന്നെ വസ്ത്രശാലകളിൽ വർക്ക് ചെയ്യുന്നവർ, നിങ്ങൾ അറിയേണ്ട യാഥാർത്ഥ്യം ഇവരൊക്കെ തന്നെ രഹസ്യമായി നമ്മുടെ ജില്ലകളിലെ ജ്യോതിഷ് പോലെയുള്ള മേഖലകളിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവരിൽ പലരും HIV ബാധിതരാണെന്ന് അവർ സ്വമേധയാ തിരിച്ചറിഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊക്കെ തന്നെ കോൺഫിഡൻഷ്യലായി വെക്കുന്നത് കൊണ്ട് നമ്മളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ആരൊക്കെ HIV ബാധിതരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് പറയുന്നത്, നമ്മൾ സുരക്ഷിതമായ ഒരു ജീവിത ശൈലി വളർത്തിയെടുത്തുകൊണ്ട് വരണമെന്ന് പറയാൻ കാരണം അതാണ്. നമ്മൾ ഓരോരുത്തരും സുരക്ഷിതമായ ജീവിതശൈലി വളർത്തണം എന്ന് പറയാം. കാരണം നിങ്ങൾക്കറിയാം, പല 13 ജില്ലയിൽ 83 കാലഘട്ടത്തിൽ ജ്യോതിഷയുടെ തുടങ്ങുന്ന സമയത്ത് നേരെ നമ്മുടെ GH-ന്റെ മേളിലാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മേളിലാണ്, ഒരു ഇടവഴിയിലൂടെ കയറിയാണ് പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കഥകളാണ്. നമ്മുടെ പല എന്തിനാണ് അവർ വന്നത്, കൗൺസിലിംഗ് ഉണ്ട്, എന്തിനാണ് വന്നതെന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാന് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. എന്തിനെ ടെസ്റ്റ് ചെയ്യുന്നത് ചോദിക്കുമ്പോഴാണ് അവിടെയുള്ള ഉടമകളും അതൊക്കെ തന്നെ എന്താണ്, തൊഴിലിടങ്ങളിലെ അരക്ഷിതാവസ്ഥയാണ്. തൊഴിലിടങ്ങളിലുണ്ടായ അരക്ഷിതാവസ്ഥ മൂലമാണ് ഈ ഉടമകളും മറ്റാൾക്കാരും ഒക്കെ തന്നെ ഇമ്മോറൽ ലൈഫിലാണ്. ഉമ്മോറലായിട്ടെന്ന് പറയാൻ കഴിയില്ല. പല വീടുകളിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വഴിവിട്ട ജീവിതത്തിലേക്ക് പോകേണ്ട സാഹചര്യം നമ്മുടെ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന പിള്ളേർക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായി പലരും ഈ ജ്യോതിഷ് പോലെയുള്ള മേഖലകളിൽ ജോലി വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന യാഥാർത്ഥ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയാ? വസ്ത്രശാലകളിലും പണ്ടുള്ള STD ബൂത്തുകളിലും ഒക്കെ പണിയെടുത്ത ആൾക്കാർക്കാണ് ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവരെ ഓരോ ഏജിനും നമ്മളിവരെ ഉപദേശിപ്പിക്കുന്ന എന്തിനാണ്? സുരക്ഷിതമായ ജീവിത ശൈലി മാർഗങ്ങളിലൂടെ നാം ജീവിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഉണ്ടാകാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഒരാൾ മാത്രമല്ല, പുരുഷന്മാരിലുണ്ട്. പുരുഷന്മാരിൽ കുറവാണ്. കാരണം അവരെക്കാൾ കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്ന മേഖലയാണ് പെൺകുട്ടികളാണ്, അല്ലെ? ചെറുപ്പക്കാരായ പെൺകുട്ടികൾ പണിയെടുക്കുന്ന മേഖലയുണ്ട്. അപ്പൊ ഇതെല്ലാം മാറ്റിയെടുക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് സംജാതമായിരിക്കുന്നത്. അതിനെതിരെയാണ് നമ്മൾ പുതിയ വൈറസും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാനുള്ളത്, അല്ലെ? നിങ്ങൾക്കറിയാം, 2018, 19, 20 കാലഘട്ടം, 2021 കാലഘട്ടം മനുഷ്യരാഷ്ട്രങ്ങളിൽ പ്രകൃതി നടത്തുന്ന വലിയ യുദ്ധങ്ങളും തിരിച്ചടികളും ഒക്കെ തന്നെ നമ്മളെ പലതും ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ ആ ഓർമ്മകളൊക്കെ തന്നെ വൃഥാവിലാകാതെ നിങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരായ മാസ്ക് ധരിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പം വേണ്ടത് എന്താണ്? മാസ്ക് വേണം. ഇല്ലാതെ പണം എടുത്തടിച്ചാൽ ഞങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടും. എല്ലാവരും മാസ്ക് ധരിക്കണം. എന്തുകൊണ്ടാണ്? സാമൂഹ്യ അകലവും മാസ്കും നമ്മൾ ഓരോ ടിപ്പും പറയും, മാസ്ക് ധരിക്കൂ, കോവിഡിനെ അകറ്റൂ എന്ന് പറഞ്ഞാൽ അത് നല്ല യാഥാർത്ഥ്യമാണ്. കാരണം ഞങ്ങളൊക്കെ ആരോഗ്യ മേഖലയെ വർക്കിയാണെങ്കിൽ കുറേ നാളെന്ന് പറഞ്ഞാൽ കോവിഡ് ആയപ്പോൾ തൊട്ടാണ് നിരവധി ആൾക്കാർ മരിച്ചു വീണിട്ടുണ്ട്. മരിച്ചു വീണപ്പോഴൊക്കെ തന്നെ ഞങ്ങൾ അടക്കാൻ പോയിട്ടുണ്ട്. അടക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ സുരക്ഷിതമായ മാസ്ക് ഉള്ളത് കൊണ്ടാണ് ഈ പോസിറ്റീവായ ആൾക്കാരിൽ നിന്ന് ഞങ്ങൾക്കൊന്നും പിടിക്കാത്ത എന്ന യാഥാർത്ഥ്യമാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കല്, ഭക്ഷണം കഴിക്കുമ്പോഴാണ് മാസ്ക് മാറ്റുമ്പോൾ നമ്മൾ അവരോട് വർത്താനം പറയും. ആ സമയത്തുണ്ടാകുന്ന ആരാണ് നമ്മൾ ഓരോരുത്തർ ഇത്രയും പേര്, ഒരു 10 പേര് നമ്മൾ ടെസ്റ്റ് ചെയ്തോ, RT-PCR ടെസ്റ്റ് ചെയ്താൽ 2 പേർക്ക് പോസിറ്റീവ് ആയിരിക്കും. കാരണം അവർക്ക് ലക്ഷണങ്ങൾ ഇപ്പൊ കാണിക്കുന്നില്ല. പണ്ടായിരുന്നു പനി ഉണ്ടോ, ശ്വാസം ഉണ്ടോ, തലവേദന ഉണ്ടോ ചോദിക്കുമ്പോൾ ഇന്ന് അതൊന്നുമില്ല.
അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അതായത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മലക്കുമ്പാരം പോലെ പ്രശ്നങ്ങളും അത് പ്രകൃതി നമ്മുടെ മേൽ വലിയ കരുത്തടി തിരിച്ചറിവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഒത്തിരി അതിജീവിച്ച നമ്മളെല്ലാം മഹാഭാഗ്യവാന്മാരാണ് അല്ലെ. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ വരദാനമാണ്. കാരണം വലിയ മഹാമാരി കഴിഞ്ഞെന്ന് പറയാനില്ല. നമ്മളൊക്കെ ആശ്വസിക്കാറുണ്ട്. സ്കൂളുകൾ തുറന്നു, നിങ്ങൾ ആലോചിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ, തൊഴിലിടങ്ങളെ അല്ലെ, പഠിശാലകൾ എല്ലാവരും നേടുന്നതുകൊണ്ട് ഒരു വലിയ ചെറിയൊരളവാണ് ഏറ്റവും സെൻസിറ്റീവായി ഈ ഒരു വെയിലത്ത് കൊണ്ടുവന്ന് അതിനെ അതിനേക്കാൾ അതിന്റെ കൊണ്ട് ചലിക്കപ്പെടില്ല. പക്ഷേ ലോക മനുഷ്യരാശിയുടെ മൊത്തം ജീവിതത്തെ ബാധിച്ച ഈ ഒരു ഒന്ന് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജമാക്കണം. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അടുത്തൊരു കഴിവ് വന്നു. ഏതാ? ഒമിക്രോൺ വന്നു. ഒമിക്രോണിന്റെ പേരുകളാണ്. അത് വന്നപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഏതൊക്കെയാ 11-12 രാജ്യങ്ങളിൽ വിലക്കുകളായി അല്ലെ. നമ്മുടെ നാട്ടിൽ കാനഡയ്ക്ക് പറഞ്ഞാൽ ഓസ്ട്രേലിയ, കാനഡ, UK എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ റഷ്യയിലെ കുറേയേറെ വിദ്യാഭ്യാസത്തിന് ചിലവുകൾ കുറഞ്ഞതാണ്. കാനഡയിലാണെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യാൻ പറ്റും അല്ലേ. വിദ്യാഭ്യാസത്തോടൊപ്പം ജോലി ചെയ്യാൻ പറ്റുന്ന മേഖല ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ നിരവധി കുട്ടികൾ, കേരളം പോലെയുള്ള പ്രദേശത്തെ നിരവധി കുട്ടികൾ പോയിട്ടുണ്ട്. അവരെല്ലാം ഈ ജനുവരിയോടെ തിരിച്ചു വരാൻ വേണ്ടി തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സാഹചര്യം. നമ്മളാണേലോ നമ്മുടെ വീട്ടിലെ ഓരോ അമ്മമാരും പെൺമക്കളൊക്കെ പോയ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി പണ്ട് തൊട്ടുള്ള ആഹാര സാധനങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലയളവിലാണ് പുതിയ വൈറസ് വന്നത്. നമ്മൾ വളരെ കരുതലോടെ വേണം പോകാൻ. നമ്മൾ വരാറും തൃശ്ശൂരൊക്കെ വന്നു പക്ഷേ ഇതുവരെ അത് വ്യക്തമായി തെളിവുകൾ വെച്ചിട്ടില്ല. എന്തായാലും കേരളത്തിലെത്തും. കാരണം കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ എല്ലാ വിദേശ രാജ്യങ്ങളിലും ഉണ്ട് അല്ലേ. നമ്മൾ പണ്ട് പറയും ദുബൈ പോയാൽ കുറച്ച് മലയാളമാണെന്നാ പറയുന്നത്. ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞേക്കാം. ദുബൈയിൽ ഒരു 3 പേരെ കണ്ടാൽ 2 പേരായിരിക്കും മലയാളികളായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ നിരവധിയായ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇവരെയൊക്കെ തിരിച്ചു വരുന്ന സമയങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തണം. വരുമ്പോൾ തന്നെ അവരെല്ലാം ക്വാറന്റൈൻ ഇരിക്കാൻ പറയണം. 10-14 ദിവസമെങ്കിലും അവരെ വീടുകൾക്കുള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇതിനെ തടയിടാൻ വേണ്ടുന്ന നടപടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാരോട്, നമ്മുടെ മാതാപിതാക്കളോട് പറയുക. എല്ലാ മാതാപിതാക്കളും കൂട്ടം കുറിച്ച് ഒഴിവാക്കുക. പനി എന്തെങ്കിലുണ്ടെങ്കിൽ അവർ പോയി ടെസ്റ്റുകൾ ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും മാസ്ക് ധരിക്കുകയും പിന്നെ വ്യക്തമായ ഒരു സാമൂഹ്യ അകലം വെച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ല ഭാവിയിലെ പൗരന്മാരായി മാറാനും നല്ല ഉപദേശങ്ങൾ, നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി കേരളത്തിലെ പരിപാല തലമുറയെ നയിക്കാൻ തക്കവണ്ണം ആർജവമുള്ള നല്ല ശക്തിയായ കരുത്തുറ്റ ഒരു പിന്നെ വ്യക്തികളായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ക്ലാസ് നയിച്ചതിന് വേണ്ടി നന്ദി. അടുത്തതായി സംശയ നിവാരണത്തിനുള്ള സമയമാണ്. ആർക്കെങ്കിലും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മേഡത്തോട് ചോദിക്കാവുന്നതാണ്. ആർക്കും സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് ആദരിക്കൽ ചടങ്ങാണ്. ഇത്രയും തിരക്കേറിയ സമയത്തും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഗീത മേഡത്തിന് കോളേജിന്റെ സ്നേഹ സൂചകമായി മൊമെന്റോ നൽകുന്നതിന് കോളേജ് പ്രിൻസിപ്പാളിന് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ശാന്തി ടീച്ചറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
പ്രിൻസിപ്പൽ വേദിയിൽ ഉണ്ടായിരുന്ന നമുക്ക് നല്ലൊരു ടോക്ക് തന്ന ഗീതമ്മ മാഡം, അതിൽ കൂടെ വന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഷിയ മാഡം നമുക്ക് അറിയാവുന്നതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ആദ്യം ഒരുപാട് നമ്മൾ ഇനി സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും മനോഹരമായിട്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. എല്ലാവരുടെയും മുഖത്തൊക്കെ ആദ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കണ്ണുകളൊക്കെ പതിയെ താഴെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു അധിക പ്രശ്നം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നതേ ഇല്ല. നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും ഇല്ലാന്നതല്ല എന്നെനിക്കറിയാം. പക്ഷെ അത്രയും നേരം കൂടെ നമുക്ക് സേവ് ചെയ്യാമല്ലോ, മിണ്ടാതില്ല, നമുക്ക് എത്രയും വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് ചെയ്യാമല്ലോ എന്നുള്ള ഒരു ധാരണയിലാണ് ഇരുന്നത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എയ്ഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് ഇമ്മ്യൂണോ വൈറസ്, എന്താണ് എയ്ഡ്സ്, അത് 1988 മുതലാണ് നമ്മൾ December 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ട് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എല്ലാം തന്നെ മാഡം ഇവിടെ നമ്മളോട് വളരെ നന്നായി പറയുകയുണ്ടായി. പിന്നീട് അവിടെ നിന്ന് നമ്മളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ അധ്യാപകർ, നമ്മുടെ ഭാവി അധ്യാപകർ എന്ന രീതിയിലേക്ക് അത് കടന്നു വരുമ്പോൾ ഇവിടെ നമുക്കത് പ്രസക്തമാവുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് 2003 കൊട്ടിയൂര് ഈ ഒരു കേസ് ആദ്യമായി കേരളത്തില് ആദ്യമായിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല, എന്നാൽ പോലും 2003 കൊട്ടിയൂര് ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും എയ്ഡ്സ് ബാധിതരാണ്. അദ്ദേഹവും ഭാര്യ രമ, മക്കൾ അക്ഷര, അനന്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ നിങ്ങളൊക്കെ അന്ന് കൊച്ചുമക്കളാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ 2003 കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളം ഒന്നടങ്കം വളരെ ഞെട്ടലോടെയാണ് അതിനെ നോക്കിക്കണ്ടത്. എയ്ഡ്സ് രോഗികൾ കേരളത്തിൽ ഒരു കുടുംബം ഒന്നടങ്കം എയ്ഡ്സ് രോഗികളായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ആ ഞെട്ടൽ പോലെ തന്നെ പിന്നെ വർഷങ്ങൾക്ക് ഇപ്പോഴും നമ്മളൊന്ന് ഞെട്ടിയിട്ടുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ കൊറോണ പേഷ്യൻസിനായിട്ടുള്ളവരെ ഇറ്റലിയിൽ നിന്നും റാന്നിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് വീണ്ടും ഒന്ന് വിറച്ചത്, അല്ലേ? ഇനി നമ്മൾ വിറയ്ക്കാൻ പോകുന്നത് ഒമിക്രോൺ പേഷ്യൻസ് കേരളത്തിൽ എത്തിയിട്ടുണ്ട്, ഉടനെ തന്നെ ഇത് സംഭവിക്കും. അപ്പൊ അങ്ങനെ ആ 2003 ഒരു ഞെട്ടൽ, ആ സമയങ്ങളിൽ 2003 ജൂണില് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മനസ്സിലാകും. 2003 ജൂണില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർഭാഗ്യകരമായ ഒരു സംഗതി നടന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ശ്രീനാരായണ സ്കൂളിൽ, കൊട്ടിയൂര് ശ്രീനാരായണ സ്കൂൾ LP സ്കൂളിലെ 2 വിദ്യാർത്ഥികളാണ് ഈ ഷാജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മക്കള്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അക്ഷരയും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്തുവും. ഈ മക്കൾക്കാണ് പോസിറ്റീവ് ആണെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതും ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസാണ്. അപ്പോ അങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ 2003 ജൂണില് കൊട്ടിയൂര് ഗവൺമെന്റ് ശ്രീനാരായണ LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ അധ്യാപകരും ഒരു കോരിച്ചൊരിയുന്ന മഴയത്ത്, ജൂണിലെ ആദ്യ ആഴ്ചകളിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് തെക്കാട് പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. എന്താണ്, ഈ കുട്ടികളെ സ്കൂളിലേക്ക് കയറ്റാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കുഞ്ഞു മക്കളുടെ കയ്യിലെല്ലാം പ്ലക്കാർഡാണ്. ആ കോരിച്ചൊരിയുന്ന മഴയിൽ പ്ലക്കാർഡും കയ്യിലേന്തി അവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് അവരുടെ രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാം ഇറങ്ങിയ ഒരവസ്ഥ. ഏകദേശം 18 വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഇന്നും എൻ്റെ നോട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ നോട്ടത്തിൽ, സമൂഹം വരച്ചിട്ട വരകൾക്കുള്ളിൽ തന്നെയാണ് എയ്ഡ്സ് രോഗികൾ നിൽക്കുന്നത്. ഇന്നും കോരിച്ചൊരിയുന്ന മഴയത്ത് തന്നെയാണ് ഓരോ എയ്ഡ്സ് രോഗിയും നിൽക്കുന്നത്. നമ്മളുടെ ഒന്നും മനോഭാവങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാവട്ടെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? 10ൽ 2 പേരെങ്കിലും അവരുടെ കൂടെ നിന്നാൽ ബാക്കി 8 പേരും അതിനെതിരെ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇന്നും നമ്മൾ നിൽക്കുന്നത്. ഇന്നും അക്ഷരയും അനന്തവും ആ കോരിച്ചൊരിയുന്ന മഴയിൽ തന്നെ നിൽക്കുന്നു എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഞാൻ കുറച്ചേറെ നോക്കി, സോഷ്യൽ മീഡിയാസിലൊക്കെ നോക്കി എന്താണ് അക്ഷരയുടെയും അനന്തുവിന്റെയും ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നോക്കി. അപ്പൊ അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ വെറുതെ ഒന്ന് കാണുകയുണ്ടായി. അക്ഷര BSc സൈക്കോളജി പഠിച്ചിരിക്കുന്നു, അനന്തു BCom
അങ്ങനെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു നിൽക്കുന്നു. അക്ഷരയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ ആ കുട്ടി പറയുന്നത് അവൾക്ക് MSc സൈക്കോളജി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡിഗ്രി ക്ലാസ്സുകളിൽ പോലും ഒറ്റപ്പെട്ട ഒരു മൂലയ്ക്ക് അവളെ മാറ്റിയിരുത്തിയാണ് പഠിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ നിമിഷവും അവര് സമൂഹത്തിന്റെ ഒറ്റപ്പെടലുകളിൽ അവര് അവഗണന, ഡിസ്പാരിറ്റീസ് അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഊരുവിലക്ക് ഈ പറയുന്നത് പോലെ ഗീത മാഡം പറഞ്ഞു, മലയാളപ്പുഴയിലുള്ള കേസുകൾ പറഞ്ഞു. മലയാളപ്പുഴയിലുള്ള സുശീല അവർക്ക് സഹോദരനിൽ നിന്നാണ് കിട്ടിയത്. സഹോദരനിൽ നിന്ന് കിട്ടി. അവരുടെ മക്കള് രണ്ട് കുട്ടികൾ. ആൺകുട്ടിക്കില്ല, പോസിറ്റീവ് അല്ല. വിദ്യ മകളാണ്, അവൾ പോസിറ്റീവ് കേസാണ്. അപ്പോൾ ഇല്ലാത്ത ആൺകുട്ടി സ്കൂളിലേക്ക് അവൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ അവൻ ബാഗും എടുത്ത് പോകുമ്പോൾ പുറകെ ഓടുകയാണ് വിദ്യ. പക്ഷെ അവർക്ക് സ്കൂളിൽ പോകാൻ നിർവാഹമില്ല. ആരാണ് ഇവരെ വരുത്തിയത്? സമൂഹമാണ്. ഈ സമൂഹത്തിനുള്ളിൽ തന്നെ നിന്ന, ഈ സമൂഹത്തിൽ നിന്നും ഒട്ടും മാറി നിൽക്കാൻ, അതായത് സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വലിയ വിഭാഗം ഒരു അധ്യാപകരും ഇതിന് ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഈ വേദിയിൽ ഇതിന് പ്രസക്തി ഏറുന്നത്. അപ്പൊ എന്താണ് വേണ്ടത്? നമ്മുടെ മനോഭാവങ്ങളിലാണ് മാറ്റം വരുന്നത്. ഞാനൊരു ട്രോള് കാണുകയുണ്ടായി ഈ ഒരു ഡിസംബർ 1 ബന്ധപ്പെട്ട്. കോവിഡിന്റെ തുടക്ക സമയങ്ങളിൽ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ ഇരുന്നവർക്കോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഒറ്റപ്പെടുത്തലിന്റെ വേദന എന്ന് പറഞ്ഞ ഒരു തമാശ ട്രോളല്ല, ഒരു എയ്ഡ്സ് രോഗിയുടെ ഒരു ചിന്ത പോലെയുള്ള ഒരു ട്രോൾ. അപ്പൊ അന്ന് ഒരു വീട് മുഴുവനായിട്ട് ഒറ്റപ്പെടുകയാണ്. എയ്ഡ്സ് പേഷ്യന്റ് ആണ് അവിടെയുള്ള ഒരു പോസിറ്റീവ് കേസസ് ആണുള്ളത്. അതേ രീതിയിൽ തന്നെ നമ്മൾ എത്തിയില്ലേ? ഇല്ലേ? കൊറോണ റിപ്പോർട്ട് ചെയ്തു. ആദ്യമൊക്കെ ഭയങ്കര ഭീകരാവസ്ഥയാണ്. ആ വീട് മുഴുവനും ഇല്ലേ, അങ്ങോട്ടുള്ള വഴികൾ അടയ്ക്കുന്നു, വാർഡുകൾ അടയ്ക്കുന്നു, ആകെ ബഹളമായി. ഇനി ഒമിക്രോൺ വരുമ്പോൾ ഇതുകൊണ്ടൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥകൾ ഇനിയും പുറത്തോട്ട് വരുന്നത് അത്ര പ്രശ്നമില്ല. ഒമിക്രോൺ എന്ന് പറയുന്ന വൈറസ് കൊറോണ പോലെ തന്നെ വലിയ പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിക്കുള്ള ചർച്ചകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഇരുട്ടിൽ തപ്പുകയാണ്. നമുക്ക് ഇതിനെക്കുറിച്ചും വിശദമായ കാര്യങ്ങൾ അറിയില്ല. എന്നിരുന്നാലും നമ്മുടെ മനോഭാവങ്ങളിലാണ് മാറ്റം വരുന്നത്. എയ്ഡ്സ് രോഗികളെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴും നമ്മുടെ മുന്നിൽ എയ്ഡ്സ് പേഷ്യന്റ് എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത ഒന്നിനെ കാണുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്പെഷ്യാലിറ്റി. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ കൂടെ ഉള്ളവരാണ്. അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടോ, ഗീത മാഡം പറയുകയുണ്ടായി, സുരേഷ് ഗോപി അതുപോലെയുള്ള പ്രസക്തരായവരൊക്കെ അന്ന് മുന്നോട്ട് വന്നു. അക്ഷര അനന്തവും കുഞ്ഞുമക്കളായിരിക്കുന്ന സമയത്ത് അവർ അദ്ദേഹത്തിന് 2 കവിളിൽ ഉമ്മ വയ്ക്കുന്ന ഒരു വീഡിയോ. അതൊക്കെ സമൂഹത്തിന് നേരെയുള്ള ഒരു സന്ദേശമായിരുന്നു. ഇതുകൊണ്ടൊന്നും എയ്ഡ്സ് ബാധിക്കില്ല. ഇവരെ തൊട്ടത് കൊണ്ടോ, ആ കുഞ്ഞുങ്ങളെ കൂടെ എഴുതി പഠിച്ചത് കൊണ്ടോ, അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചത് കൊണ്ടോ ഒന്നും ഇത് ബാധിക്കുകയില്ല. ഞാൻ പറഞ്ഞതുപോലെയുള്ള 4-5 കാര്യങ്ങൾ. അതിനകത്ത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ, സിറിഞ്ച് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ടാറ്റു. ഇന്നത്തെ ന്യൂ ജനറേഷനെ വളരെ അധികം ആകർഷിക്കുന്ന ഒരു സംഗതിയാണ് ടാറ്റു. ഈ ശരീരത്തിൽ ഒരു ടാറ്റു വരച്ചു വെച്ചാൽ ഞാൻ ന്യൂ ജനറേഷനായി, ഞാനൊരു സംഭവമായി എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഓരോരുത്തരുടെ വ്യക്തിസ്വാതന്ത്ര്യം. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്നത് പോലെ നീഡിലാണ് അല്ലേ, മൈന്യൂട്ട് നീഡിൽ കൊണ്ടാണത് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വഴികളിലൂടെയും പുതിയ തരത്തിൽ ഈ രോഗം മനുഷ്യരിലേക്ക് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്നത്തെ രാവിലെ റേഡിയോ ന്യൂസ് കേട്ടപ്പോൾ മനസ്സിലായി, നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പറയുന്നത് തീർച്ചയായിട്ടും 2025 കേരളത്തിലെ എയ്ഡ്സ് രോഗികളുടെ ഇനി ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയിലേക്ക് കേരളത്തിൽ എയ്ഡ്സ് രോഗികളില്ല, നിലവിലുള്ളവരുണ്ട്. ഇനിയും പുതിയതായി ഒരു രോഗിയെ പോലും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള തീവ്രമായ ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗീത മാഡം ഇവിടെ പറഞ്ഞത് എത്രമാത്രം എഫേർട്ടുകളാണ് നമ്മളുടെ ആരോഗ്യ മേഖല എടുക്കുന്നത്. പക്ഷെ കേരളത്തിൽ മാത്രമേ നമുക്ക് ഇത്ര നല്ല രീതിയിലുള്ള ഒരു ചിട്ടയായ ആരോഗ്യ പ്രവർത്തനം. നമുക്ക് കൊറോണ കേസ് റിപ്പോർട്ട് തന്ന നാൾ മുതൽ നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ളവർ ഉറങ്ങിയിട്ടില്ല. അവരെപ്പോഴും ഇങ്ങനെ വിജിലന്റ് ആണ്. ഏത് സമയത്തും അവര് ഒരു കോളിന് മറുപടിയായിട്ട് അവര് മുകളിൽ മുതൽ താഴെത്തട്ട് വരെയുള്ളവര് അലേർട്ടാണ്. ഓൾവേസ് ദേ ആർ അലേർട്ട്. ഏത് സമയത്താണ് അവർക്ക് ഒരു എമർജൻസി വരുന്നതെന്നറിയില്ല. ഇപ്പൊ അലേർട്ട് വന്നേക്കുവാണ്, അതീവ ജാഗ്രതാ നിർദ്ദേശം വന്നേക്കുവാണ്. എന്താണ്
ഒമിക്രോൺ വൈറസ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇൻ കേസ് തീർച്ചയായിട്ടും മലയാളികൾ ചന്ദ്രനിൽ ചെന്നാലും മലയാളികൾ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാരിയർ ആയിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് അത്രത്തോളം ഒരു എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു മഹാമാരി, ഒരു പാൻഡമിക്, എപ്പിഡമിക് പാൻഡമിക് ആയി. ആ ഒരു പാൻഡമിക് സിറ്റുവേഷനെ പിടിച്ചു കെട്ടാനായിട്ട് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ അതോടൊപ്പം തന്നെ സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സമിതി ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു എഫേർട്ടിലാണ് ഈ പറയുന്നത് പോലെ അവരെ സുരക്ഷിതമായ അവരുടെ മേഖലകളിലേക്ക് മാറ്റുകയും ഇനി മാറാനുള്ളത് അങ്ങനെയുള്ള ഇതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള വെപ്പൺസുമായിട്ട് നമ്മുടെ ആരോഗ്യ മേഖല മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് അവർ വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷെ അവിടെയും ഇനിയും മാറേണ്ടത് നമ്മുടെ മനോഭാവങ്ങളിലാണ് മാറ്റങ്ങൾ വരുന്നത്. ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്സ്. If you can't change your attitude, you try to change. എന്നാണ്. അപ്പൊ നമ്മുടെ മനോഭാവങ്ങളെ എനിക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ശ്രമിക്കുക മാറ്റാൻ. ഞാനൊരാൾ ഒരു എക്സ്പെക്ടേഷനെ കണ്ടാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവയർനെസ് ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ അധ്യാപകർ എന്നുള്ള നിലയിൽ, ഭാവി അധ്യാപകർ എന്നുള്ള നിലയിൽ ദൈവത്തിനാൽ ഈശ്വരനാൽ തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എത്രയോ അപേക്ഷകളിൽ നിന്നാണ് ഇത്രയും മക്കൾ, അത് ഭഗവാൻ ഈശ്വരന്റെ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ അതിന് പ്രാപ്തരാണോ എന്നുള്ളത് കൊണ്ടായിരിക്കാം തീർച്ചയായും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ അധ്യാപകരായി മാറേണ്ടവർക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് മക്കളായി, നമ്മൾക്ക് കുടുംബമായി കഴിയുമ്പോൾ നമ്മൾ സ്വാർത്ഥരാകുമെന്ന് പറയുന്നു. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് വന്നാൽ എന്റെ കുട്ടികൾക്ക് വരും. ആ സ്വാർത്ഥതയിൽ നിന്നാണ് നമുക്ക് ഈ മനോഭാവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ഇയാളെ തൊട്ടുകൂടാ, ഇയാളുടെ അടുത്തോട് സഹകരിച്ചുകൂടാ, അങ്ങനെ ആവാൻ പാടില്ല. നമ്മളൊരു പ്രതിജ്ഞ, ഇന്ന് നമ്മളെടുത്ത പ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ ഒരു ദീപം പോലെ കത്തി നിൽക്കട്ടെ. ഞാനൊരു അധ്യാപികയായ, ഞാനൊരു അമ്മയായ തീർച്ചയായിട്ടും എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരു സാഹചര്യത്തിലൂടെ എന്തെങ്കിലും എനിക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ എന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ ചേർത്ത് നിർത്തുകയും അതിനോട് ഐക്യദാർഢ്യം എന്റെ ജീവിതകാലം അങ്ങോളം ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ ഞാൻ ഒരിക്കലും എന്റെ സഹജീവിയുടെ മനസ്സിന് ക്ഷമയേക്കുന്ന തരത്തിൽ ഓൾറെഡി അവരുടെ മാനസികാവസ്ഥ വളരെ, അവർ പറഞ്ഞതുപോലെ വളരെ പദ്ധതിക്കാണ്, അല്ലെ, മരണത്തെ കാത്തു കഴിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സഹജീവിയെ ഞാൻ തീർച്ചയായിട്ടും ചേർത്ത് നിർത്തും എന്ന മനസ്സിൽ നമ്മളൊരു പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസം കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ഇന്നത്തെ ദിവസം ശ്രേഷ്ഠമായി, ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായി എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ ഈശ്വര പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരികയാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിളിക്കുന്നു. ലോകം മുഴുവനും സുഖമാവട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു, അല്ലേ? കൊറോണ വൈറസ് മാറട്ടെ. ഇനി വരുന്ന ഒമിക്രോൺ ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കട്ടെ. ഇതുപോലെയുള്ള മാറാവ്യാധികൾ, പകർച്ചവ്യാധികളെല്ലാം ലോകത്തിൽ നിന്ന് മാറി എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും എല്ലാവരുടെ മുഖത്തും നിറഞ്ഞ പുഞ്ചിരിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇനി നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എല്ലാവരും പോയി പോയിക്കൊണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞെങ്കിൽ ഞാൻ സംസാരം നിർത്തി ഓരോരുത്തർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും ഇത്രയും തിരക്കുകൾക്കിടയിൽ നമ്മളിലേക്ക് വന്ന നിങ്ങളോട് വളരെ ഏറ്റവും അടുത്ത് നിന്ന്, ഇല്ല വേറെ ഒരാളായിട്ട് നിന്നല്ല മാഡം, നിങ്ങളിൽ ഒരാളിലേക്ക് ഇറങ്ങി നിന്ന് വന്നുകൊണ്ട് നമ്മളോട് വളരെ മനോഹരമായ ഒരു ക്ലാസ്, എയ്ഡ്സിനെ കുറിച്ച് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട ഗീതമ്മ മാഡത്തിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ അധ്യക്ഷ പ്രസംഗം അവതരിപ്പിച്ച പ്രിൻസിപ്പൽ ഡോക്ടർ സാറാമ്മ ജോയി ടീച്ചറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ടീച്ചർ എപ്പോഴും കൂടെയുള്ളവരെ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. എല്ലാവർക്കും, അത് കുട്ടികളോടാണെങ്കിലും സഹപ്രവർത്തകരോടാണെങ്കിലും എപ്പോഴും ടീച്ചറിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്, നമ്മൾ കംഫർട്ടബിളായി ജോലി ചെയ്യാനായിട്ട്, കംഫർട്ടബിളായി പഠിക്കാനായിട്ട് കുട്ടികളെ വിടുന്നു. അങ്ങനെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മളുടെ പ്രിൻസിപ്പൽ. ടീച്ചർ അഡ്മിഷന്റെ തിരക്കാണെങ്കിലും ഓടി ഇങ്ങോട്ടുമായിട്ട് നിൽക്കുന്നത്. ടീച്ചറിനോടുള്ള ഏറ്റവും നല്ല നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പിന്നെ നമ്മളുടെ കൂടെ വന്ന രണ്ട്
വ്യക്തിത്വങ്ങളുണ്ട്. ഷിയ മാഡം ആൻഡ് അലിമുത്ത് മാഡം. അവരും വളരെ തിരക്കുകൾക്കിടയിലാണ് അവരും നമ്മുടെ ക്ഷണം സ്വീകരിച്ചതിലേക്ക് കടന്നു വന്നത്. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനെല്ലാത്തിനും ഉപരി നന്ദി രേഖപ്പെടുത്തേണ്ടത് ഫോർമാലിറ്റിയുടെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ്. നിങ്ങൾ വന്നിട്ട് ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും എന്തിനാണ് ഒരുപാട് ആൺകുട്ടികൾ നമ്മളിത്രയും പെൺപിള്ളേർ മതിയല്ലേ. അപ്പോൾ സോ ഹാപ്പി അബൌട്ട് നമ്മൾ എത്ര എനർജറ്റിക് ആണ് നിങ്ങൾ കാര്യങ്ങൾക്ക് ഓടി നടന്നത് ചെയ്തത്, കോർഡിനേറ്റ് ചെയ്തത് നിങ്ങൾ സെറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാംസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയുടെ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു. അപ്പൊ ഈ ഒരു എനർജി ഈ 2 വർഷക്കാലം അങ്ങോളം എല്ലാ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ടുഗദർനെസ്, ഒരു വി ഫീലിംഗ്, ഈ ഒരു കോർഡിനേഷൻ, ഇപ്രാവശ്യം മുന്നിൽ നിന്ന് ഇത് നയിച്ചവർ ഇനി പുറകോട്ട് മാറും. പുറകോട്ട് നിന്നുകൊണ്ട് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ അവസരം കിട്ടാത്തവർ ഇനി മുന്നോട്ട് വരിക, ഈ ഇരിക്കുന്നവർ ഇനി പുറകിലേക്ക് മാറി ബാക്കിയുള്ളവർ മുന്നിലേക്ക് വരിക. അങ്ങനെ നിങ്ങളൊരു റൊട്ടേഷൻ ആയിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും വളരെ സജീവമായി ഈ കലാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പങ്കെടുക്കുകയും എല്ലാവർക്കും അവസരം കിട്ടത്തക്ക രീതിയിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും മനോഹരമായി നിങ്ങളുടെ 2 വർഷക്കാലം നിങ്ങൾ ആസ്വദിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. അതിനുള്ള നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന കൈയടിക്കാം കേട്ടോ. സ്വയം ഒരു സെൽഫ് പ്രൊമോഷന്റെ ഭാഗമാണ് അല്ലേ. സോ ഐ എം ഗുഡ്. ഞങ്ങളൊരു എന്താണ് ഡിഡ് അവർ പാർട്ട് എന്നുള്ളത് നമ്മൾ വളരെ മനോഹരമായി ചെയ്തു എന്ന് നമുക്ക് നമ്മുടെ തന്നെ ഒരു വിലയിരുത്തലാണ്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ അധ്യാപകർ ശ്രീകുമാർ സാറൊക്കെ നിങ്ങളുടെ കൂടെ വളരെ ഡയറക്ഷൻസ് ഒക്കെ തന്ന സാറ് കൂടെ ഉണ്ടായിരുന്നു. സാറിന് ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് വീട്ടിലൊരു കാര്യം നടക്കുന്നത് കൊണ്ട് അമ്മയുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് മാത്രമാണ് സാറിന് എത്താൻ സാധിക്കാറുണ്ട്. സാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും ഓർഗനൈസ് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റ് അധ്യാപകർ എല്ലാവരും നിങ്ങളോടൊപ്പം തന്നെ മോറൽ സപ്പോർട്ട് തന്നുകൊണ്ട് ഞങ്ങൾ അധ്യാപകർ എല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരോടും മറ്റവർക്ക് നമ്മുടെ സിസ്റ്റർ ചേച്ചി രാജുവിനൊക്കെ രാവിലെ മുതലേ നിങ്ങളുടെ കൂടെ സ്റ്റേജ് ഡെക്കറേഷൻ കാര്യങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇലന്തൂർ കോളേജ് യൂണിയൻ 2021-22 ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട AIDS ദിനാചരണത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെത്തിയ ഇലന്തൂർ PHCയിലെ ഗീത മേഡത്തിനും ഷിയ മേഡത്തിനും അലിമുത്ത് മേഡത്തിനും എല്ലാ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. റിഫ്രഷ്മെന്റിന് ശേഷം നാച്ചുറൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ AIDS ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രദർശനവും അനുബന്ധ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി.